ഏകീകൃത സിവിൽ കോഡിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രണ്ട് നിയമങ്ങളുമായി രാജ്യത്തിന് എങ്ങനെ മുന്നോട്ടു പോകാമെന്ന് മോദി ചോദിച്ചു. ഏകീകൃത സിവിൽ കോഡ് ഭരണഘടന വിഭാവനം ചെയ്തിട്ടുണ്ട്. സുപ്രീം കോടതിയും ഏകീകൃത സിവിൽ കോഡ് നടപ്പാക്കാനാണ് ആവശ്യപ്പെടുന്നത്. ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനും പ്രകോപിപ്പിക്കാനും പ്രതിപക്ഷം ഏകീകൃത സിവിൽ കോഡ് ആയുധമാക്കുന്നതായി മോദി കുറ്റപ്പെടുത്തി. മുത്തലാഖിനെ പിന്തുണയ്ക്കുന്നവർ മുസ്ലിം പെൺമക്കളോട് കടുത്ത അനീതിയാണ് കാണിക്കുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. ഭോപ്പാലിൽ BJP പ്രവർത്തകരെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു പ്രധാനമന്ത്രി. कि यूनिफॉर्म सिविल कोड के नाम पर ऐसे लोगों को भड़काने का काम हो रहा है। आप मुझे बताइए, एक घर में परिवार के एक सदस्य के लिए एक कानून हो, परिवार के दूसरे सदस्य के लिए दूसरा कानून हो, तो क्या वो घर चल पाएगा? क्या कभी भी चल पाएगा क्या? फिर ऐसी दोहरी व्यवस्था से देश कैसे चल पाएगा? हमें याद रखना है कि भारत के संविधान में भी नागरिकों के समान अधिकार की बात कही गई है। साथियों, ये लोग हम पर आरोप लगाते हैं, लेकिन सच ये है कि यही लोग मुसलमान करते हैं। अगर ये मुसलमानों के सही मायने में हितैषी होते तो अधिकांश परिवार, मेरे मुस्लिम भाई बहन, शिक्षा में पीछे न रहते, रोजगार में पीछे न रहते, मुसीबत की जिंदगी जीने के लिए मजबूत नहीं रहते। और सुप्रीम कोर्ट ने बार बार कहा है, सुप्रीम कोर्ट डंडा मारती है, कह रही है कॉमन सिविल कोड लाओ। ന്യൂസ് ഡെസ്കിൽ നിന്ന് കൂടുതൽ വിശകലനങ്ങളുമായി മനു ഭരത് ചേരുന്നു. മനു, അതേത് സാഹചര്യത്തിൽ കൂടിയാണ് ഏക സിവിൽ കോഡിനായി രാഷ്ട്രം നീങ്ങുകയാണ് എന്ന് ധ്വനിപ്പിക്കുന്ന രീതിയിലുള്ള ഈ ഒരു പ്രസംഗത്തിലേക്ക് പ്രധാനമന്ത്രി കടന്നിരിക്കുന്നത്? ഒപ്പം സുപ്രീം കോടതിയുടെ നിലപാട് കൂടി ഈ വിഷയവുമായി ബന്ധപ്പെട്ട് പ്രധാനമന്ത്രി ഉയർത്തിപ്പിടിക്കുകയുണ്ടായല്ലോ. ഏത് രീതിയിൽ കാണണം? ഈ ഏക സിവിൽ കോഡ് ഒരു രാഷ്ട്രീയ ആയുധമായി BJP വരും ദിവസങ്ങളിൽ ഉയർത്തുമെന്നതിൻ്റെ കൃത്യമായ സൂചനകളാണ് കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി ലഭിക്കുന്നത്. ഇന്ന് ഭോപ്പാലിൽ മേരാ ബൂത്ത് സബ്സെ മസ്ബൂത്ത് എന്ന പരിപാടിയുടെ ഭാഗമായാണ് പ്രധാനമന്ത്രി ഇന്ന് പ്രവർത്തകരെ അഭിസംബോധന ചെയ്തത്. അതായത് ഓരോ ബൂത്ത് കേന്ദ്രീകരിച്ചുള്ള പ്രവർത്തനം ശക്തിപ്പെടുത്തുന്നതിൻ്റെ ഭാഗമായാണ് BJP ഇത്തരം ഒരു പദ്ധതി ആവിഷ്കരിക്കുന്നത്. എൻ്റെ ബൂത്ത് ഏറ്റവും ശക്തമായ ബൂത്ത് എന്ന ഒരു മുദ്രാവാക്യം ഉയർത്തിക്കൊണ്ട് ഓരോ ബൂത്ത് തല പ്രവർത്തനവും ശക്തിപ്പെടുത്തുക എന്നതാണ് അതിൻ്റെ ഭാഗം. ആ നടപടിയുടെ ഭാഗമായി പ്രവർത്തകർ ഒത്തുചേർന്ന ഘട്ടത്തിലാണ് പ്രധാനമന്ത്രി ഈ ഏക സിവിൽ കോഡിനെ സംബന്ധിച്ചുള്ള തൻ്റെ അഭിപ്രായങ്ങൾ വ്യക്തമാക്കിയത്. രാജ്യം ഇത് നടപ്പിലാക്കുന്നു എന്നതിൻ്റെ സൂചനയിലേക്കാണ് പ്രധാനമന്ത്രിയുടെ വാക്കുകൾ വായിച്ചെടുക്കേണ്ടത്. പ്രധാനമന്ത്രി വ്യക്തമാക്കിയത്, ഒരു കുടുംബത്തിലെ പല ആളുകൾക്ക് പല നിയമങ്ങളാണെങ്കിൽ അത് പ്രായോഗികമാകുമോ, അതുപോലെ തന്നെ നമ്മുടെ രാജ്യത്ത് പല ആളുകൾക്ക് പല നിയമങ്ങളുമായി ഉള്ളൊരു സംവിധാനത്തിന് മുന്നോട്ട് പോകാൻ കഴിയില്ല. മാത്രവുമല്ല, സുപ്രീം കോടതി ഈ വിഷയത്തിൽ സുപ്രീം കോടതിയുടെ നിലപാട് വ്യക്തമാക്കിയിരിക്കുന്നു. ഏക സിവിൽ കോഡിലേക്ക് പോകണം എന്നതാണ് സുപ്രീം കോടതിയുടെ നിലപാട്. ഭരണഘടനയും സമാനമായ നിലപാട് തന്നെയാണ് എടുത്ത് ഉയർത്തിപ്പിടിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഏക സിവിൽ കോഡിലേക്ക് പോകണം എന്ന് പ്രധാനമന്ത്രി പറയുന്നു. പക്ഷേ ഇവിടെ പ്രതിപക്ഷത്തിനെതിരെ ഒരു രൂക്ഷമായ ആരോപണം പ്രധാനമന്ത്രി ഉന്നയിക്കുന്നു. അത് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കാനുള്ളൊരു നീക്കമാണ് പ്രതിപക്ഷം നടത്തുന്നത്. ഏക സിവിൽ കോഡിൻ്റെ പേരിൽ അവർ മുസ്ലിം വിഭാഗത്തെ തെറ്റിദ്ധരിപ്പിക്കാനുള്ള ശ്രമം നടത്തുന്നു. മാത്രവുമല്ല, ന്യൂനപക്ഷങ്ങൾ പ്രകോപിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു നീക്കം കൂടി ഏക സിവിൽ കോഡ് എന്ന പേരിൽ പ്രതിപക്ഷം നടത്തുന്നുവെന്ന ശക്തമായ ആരോപണമാണ് പ്രധാനമന്ത്രി ഉന്നയിക്കുന്നത്. ഏതായാലും ഇതിനെതിരെ പെട്ടെന്ന് തന്നെ കോൺഗ്രസ് തിരിച്ചടിക്കുകയും ചെയ്തിട്ടുണ്ട്. കോൺഗ്രസ് ഇത് പ്രധാനമന്ത്രിയുടെ നീക്കത്തെ അപലപിച്ചുകൊണ്ട് താരിഖ് അൻവറും അതുപോലെ തന്നെ മറ്റ് പ്രതിപക്ഷ കക്ഷികളും രംഗത്തെത്തിയിട്ടുണ്ട്. കോൺഗ്രസ് ഇത് ഏക സിവിൽ കോഡ് വെച്ച് മോദിജി രാഷ്ട്രീയം കളിക്കുകയാണ് എന്നാണ് കോൺഗ്രസ് ആരോപിക്കുന്നത്. അത്തരത്തിൽ ഈ ഏക സിവിൽ കോഡ് വരും ദിവസങ്ങളിൽ ഇനി ഒരു രാഷ്ട്രീയ കേന്ദ്രങ്ങളിൽ വലിയ തോതിൽ ചർച്ചയാകുന്ന തരത്തിലേക്കാണ് BJP ഇതിനെ ഉയർത്തിക്കൊണ്ടുവരുന്നത്. റൈറ്റ്, മനു ഭരത് വിശകലനങ്ങൾ നൽകിയത്. കാസർഗോഡ് കരിന്തളം ഗവൺമെന്റ് കോളേജിൽ വ്യാജ പ്രവൃത്തി പരിചയ സർട്ടിഫിക്കറ്റ് ഹാജരാക്കി നിയമനം നേടിയ കേസിൽ K. വിദ്യ അറസ്റ്റിൽ. ചോദ്യം ചെയ്യലിനൊടുവിലാണ് അറസ്റ്റ്. അഗളി പോലീസിന് നൽകിയ മൊഴി ചോദ്യം ചെയ്യലിൽ വിദ്യ ആവർത്തിച്ചു.
വിവരങ്ങളുമായി KV ബൈജു ചേരുന്നു. എപ്പോഴാണ് വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത് ബൈജു? പോലീസ് കസ്റ്റഡി അപേക്ഷ നൽകില്ല എന്നുള്ള വിവരം കൂടി സ്ഥിരീകരിക്കാമോ? പറഞ്ഞ അല്പസമയം മുമ്പാണ് വിദ്യയുടെ അറസ്റ്റ് രേഖപ്പെടുത്തിയത്. ഇപ്പോൾ വൈദ്യ പരിശോധനയ്ക്കായി വിദ്യയെ നീലേശ്വരം താലൂക്ക് ആശുപത്രിയിലേക്ക് കൊണ്ടുപോയിട്ടുണ്ട്. ഇനി അതിനുശേഷം ഓസ്തൂർ 2ാം ക്ലാസ് മജിസ്ട്രേറ്റ് കോടതിയിലാണ് വിദ്യയെ ഹാജരാക്കുക. എന്തായാലും ഒരു വകുപ്പ് കൂടി ഇപ്പോൾ വിദ്യക്കെതിരെ ഇവിടെ ചേർത്തിട്ടുണ്ട്. അതായത് തെളിവ് നശിപ്പിക്കൽ എന്ന പുതിയ വകുപ്പ് കൂടി ഇപ്പോൾ വിദ്യക്കെതിരെ കുറ്റം ചുമത്തിയിട്ടുണ്ട്. എന്തായാലും ഗൂഢാലോചന, അതുപോലെ തന്നെ വ്യാജരേഖയുണ്ടാക്കൽ തുടങ്ങി വഞ്ചന ഉൾപ്പെടെയുള്ള കുറ്റങ്ങൾ നേരത്തെ ചുമത്തിയിരുന്നു. അതിന് പുറമെയാണ് ഇപ്പോൾ തെളിവ് നശിപ്പിക്കൽ കൂടി ഒരു കുറ്റം കൂടി ഇപ്പോൾ ചുമത്തിയിരിക്കുന്നത്. എന്തായാലും വിദ്യക്ക് ജാമ്യം കിട്ടുമോ ഇല്ലയോ എന്നാണ് ഇനി അറിയേണ്ടത്. എന്തായാലും 5 മണിയോടുകൂടി കോടതിയിൽ ഹാജരാക്കുമെന്ന് അറിയുന്നത്. അല്പസമയം മുമ്പാണ് വൈദ്യപരിശോധനയ്ക്കായി ഇപ്പോൾ നീലേശ്വരം പോലീസ് സ്റ്റേഷനിലും ഇപ്പോൾ വിദ്യയെ കൊണ്ടുപോയത്. അപർണ. KV ബൈജു വിവരങ്ങൾ നൽകിയത്. കൂടുതൽ വാർത്തകളിലേക്കും അതിഥികളിലേക്കും കടക്കുന്നു ലേഡീസ് ബാൻഡ് ഇടവേളയ്ക്ക് ശേഷം. വിവാഹത്തോട് നോ പറഞ്ഞ് വിദ്യാസമ്പന്നരായ പെൺകുട്ടികൾ. വിവാഹത്തോട് നോ പറയുന്ന പെൺകുട്ടികൾ. കൺസൾട്ടന്റ് സൈക്കോളജിസ്റ്റായ നിതിൻ AF നടത്തിയ പഠന റിപ്പോർട്ട് ഇന്നലെ ലേഡീസ് ബാൻഡ് ചർച്ച ചെയ്തിരുന്നു. തന്റെ പഠനത്തെക്കുറിച്ച് നിതിൻ വിശദമായി സംസാരിച്ചു. ഈ പശ്ചാത്തലത്തിൽ ലേഡീസ് ബാൻഡ് അന്വേഷിക്കുകയാണ്, എന്തുകൊണ്ടാണ് ഇന്നത്തെ പെൺകുട്ടികൾക്ക് വിവാഹത്തോട് വിമുഖത? നടിയും സാമൂഹ്യ നിരീക്ഷകയുമായ സന്ധ്യ മനോജ്, ഷിയോൺ സജിയും RJ ആൻഡപ്പനും ഇരുവരുടെയും വിവാഹം അടുത്ത വർഷത്തേക്ക് നടത്താൻ തീരുമാനിച്ചിരിക്കുകയാണ്. ഒപ്പം മനഃശാസ്ത്ര വിദഗ്ധ ഡോക്ടർ LC ഉമ്മൻ എന്നിവരാണ് ഇന്ന് ഈ ചർച്ചയിൽ പങ്കെടുക്കുന്നത്. എല്ലാവർക്കും 4 പാനലിസ്റ്റുകൾക്കും സ്വാഗതം. ലേഡീസ് ബാൻഡിലേക്ക് ആദ്യം ഡോക്ടർ LC ഉമ്മൻ, പെൺകുട്ടികൾക്ക് വിവാഹ പേടി, ഇന്നത്തെ പെൺകുട്ടികൾ വിവാഹത്തിൽ നിന്ന് മാറി നിൽക്കുന്നു. സർവേ റിപ്പോർട്ടുകൾ ഉയർത്തി കൂടിയാണല്ലോ അങ്ങനെ ഒരു നിരീക്ഷണത്തിലേക്ക് എത്തുന്നത്. ഒറ്റനോട്ടത്തിൽ എന്താണ് കേൾക്കുമ്പോൾ തോന്നുന്നത്? വിവാഹ പേടി എന്ന് പറയാൻ ഞാൻ താല്പര്യപ്പെടുന്നില്ല. ശരിക്കും പറഞ്ഞാൽ പേടിയെക്കാട്ടിൽ ഉപരി അതിന്റെ ആവശ്യമില്ല എന്നുള്ളൊരു തോന്നലാണ് ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് ഭൂരിപക്ഷം പേർക്കും ഉള്ളത്. കാരണം അവരിപ്പം സ്വയം പര്യാപ്തരാണ്, പണ്ടത്തെ പോലെയല്ല, ആരെയും ആശ്രയിക്കേണ്ട ഒരു അവസ്ഥ വരുന്നില്ല. പിന്നെ ഞാൻ എന്തിനു വിട്ടുവീഴ്ച ചെയ്യണം എന്നുള്ള ഒരു നിലപാടിലേക്ക് പെൺകുട്ടികൾ എത്തിച്ചേർന്നിട്ടുണ്ട് എന്നുള്ളതൊരു സത്യാവസ്ഥയാണ്. അതെന്തുകൊണ്ടാണ് അങ്ങനെ വരുന്നതെന്ന് വെച്ചാൽ പല കാരണങ്ങളുണ്ട് ഇതിന്റെ പിറകിൽ. കാരണം നമ്മുടെ ഒരു യാഥാസ്ഥിക രീതി അനുസരിച്ച് പെൺകുട്ടികൾ മാത്രം എല്ലാം ത്യാഗം ചെയ്യണം, അല്ലെങ്കിൽ കരിയർ ആണെങ്കിലും വിദ്യാഭ്യാസമാണെങ്കിലും എന്ത് തന്നെയാണെന്നുണ്ടെങ്കിൽ, കുട്ടികളെ വളർത്തുന്നതാണെന്നുണ്ടെങ്കിലും വിവാഹം കഴിഞ്ഞ് മറ്റൊരു സ്ഥലത്തേക്ക് പോയി പൊരുത്തപ്പെടുന്നത് എന്ത് തന്നെയാണെന്നുണ്ടെങ്കിലും എപ്പോഴും ത്യാഗം പെൺകുട്ടികളുടെ സൈഡിൽ നിന്നായിരുന്നു നമ്മുടെ സൈഡിൽ നമ്മുടെ ഒരു സമൂഹത്തിൽ വന്നുകൊണ്ടിരുന്നത്. അത്തരം ഒരു യാഥാസ്ഥിക കുടുംബമാണ് ഇപ്പോഴും നമ്മുടെ കേരളത്തിൽ നിലനിന്ന് പോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്ന് കഴിയുമ്പോൾ പെൺകുട്ടികൾ ഇപ്പോൾ കുറെയൊക്കെ അവർക്ക് സ്വന്തമായിട്ട് കാലിൽ നിൽക്കാറായി, അവർക്ക് ഈക്വലി വിദ്യാഭ്യാസമുണ്ട്, നമ്മളെല്ലാവരും ഇക്വാളിറ്റിക്ക് വേണ്ടിയിട്ട് നിലകൊള്ളുന്നവരാണ്. അപ്പൊ ഇങ്ങനെ വന്ന് കഴിയുമ്പോൾ എന്തുകൊണ്ട് ഞങ്ങൾ മാത്രം ത്യാഗം അനുഭവിക്കണം, ഞങ്ങളുടെ പാർട്ട്ണർ എന്തുകൊണ്ട് അനുഭവിച്ചുകൂടാ എന്നുള്ള ഒരു ചിന്ത വരുന്നു. അപ്പോഴെന്താണ് സംഭവിക്കുന്നത് വെച്ചാൽ സ്വാഭാവികമായിട്ടും അസ്വാരസ്യങ്ങൾ ഉണ്ടാകുന്നു. കാരണം ആ പഴയ ശൈലികൾ, പഴയ ശീലങ്ങൾ, പഴയ കൺസർവേറ്റീവ് ആയിട്ടുള്ള രീതികൾ വിടാനായിട്ട് നമ്മുടെ കുടുംബാംഗങ്ങളോ ആരും തയ്യാറല്ല, നമ്മുടെ സമൂഹം അതിന് തയ്യാറല്ല, ഒപ്പം അതുമായിട്ട് പൊരുത്തപ്പെടാൻ പെൺകുട്ടികളും തയ്യാറല്ല. ഇങ്ങനെ വരുമ്പോൾ ഒരു ഫ്രിക്ഷൻ വന്നു കഴിയുമ്പോൾ സ്വാഭാവികമായിട്ടും അത് അസ്വാരസ്യങ്ങളിൽ റിഫ്ലക്ട് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ഡിവോഴ്സിലേക്ക് എത്തപ്പെടുന്നു, കുടുംബ കലഹങ്ങൾ ഉണ്ടാകുന്നു, കുട്ടികൾ അതിന് ഇരയാകുന്നു. അപ്പോൾ എന്തിന് ഈ തൊല്ല എന്നുള്ളൊരു ചിന്തയാണ് ഇപ്പോഴത്തെ കുട്ടികൾക്ക്. ഇത് മാത്രമല്ല, ഇതൊരു ഫാക്ട് അവിടെ കിടക്കുമ്പോൾ നമുക്ക് സ്വാഭാവികമായിട്ടും ചിന്തിക്കാം, ആൺകുട്ടികൾ മാറിയാൽ ഈ പ്രശ്നം തീരുന്നില്ലേ എന്ന്. ആൺകുട്ടികൾ മാറിയാൽ ശരിയാണ്, അവരും കൂടെ ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറായാൽ, പേരൻസും ഒരു വിട്ടുവീഴ്ചയ്ക്ക് തയ്യാറാകുന്നതിന് അവരുടെ മക്കളെ അനുയോജ്യമായ രീതിയിൽ വളർത്തിക്കൊണ്ട് വന്നാൽ ഒരു ശകലം മാത്രം ഒരു വ്യത്യാസം വരും. പിന്നെയും അനേകം പ്രശ്നങ്ങൾ കിടക്കുന്നു. കാരണം നാം ഓരോരുത്തരും നമ്മുടെ തലമുറയ്ക്ക് മാതൃകയായി തീരേണ്ടതുണ്ട്. ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്താന്ന് വെച്ചാൽ സ്വാർത്ഥത മാത്രമാണ്
അവരുടെ ഒരു മുദ്രാവാക്യം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. എന്റെ കാര്യം മാത്രം, ഐ ലവ് മൈസെൽഫ് എന്നുള്ള നിലയിലേക്ക് നമ്മുടെ തലമുറ ചുരുങ്ങിയിരിക്കുന്നു എന്നുള്ളത് വളരെ വസ്തുതാപരമായിട്ടുള്ള ഒരു കാര്യമാണ്. ഇങ്ങനെ വന്നു കഴിയുമ്പോൾ എന്റെ കാര്യം മാത്രം എന്നുള്ളൊരു നില വരുമ്പോൾ ഞാൻ എന്തിനു വിട്ടുവീഴ്ച ചെയ്യണം, അല്ലെങ്കിൽ എന്റെ കാര്യം മാത്രം നോക്കി മുന്നോട്ട് പോയാൽ പോരെ, എനിക്ക് അത്യാവശ്യം ചിലവാക്കാനായിട്ട് പണമുണ്ട്. ഇപ്പോഴത്തെ തലമുറയുടെ ഒരു പ്രത്യേകത എന്തെന്ന് വെച്ചാൽ പ്ലഷർ സീക്കിംഗ് ആണ് ഹാപ്പിനെസ് സീക്കിങ്ങിനെക്കാട്ടിൽ എന്നുള്ള നിലയിലാണ് അവർ പോയിക്കൊണ്ടിരിക്കുന്നത്. പ്ലഷർ സീക്കിംഗ് ആവുമ്പോൾ അവർക്ക് ഫാമിലിയോ അല്ലെങ്കിൽ കുടുംബാന്തരീക്ഷമോ കുട്ടികളെ വളർത്തുന്നതോ ഒന്നും ആവശ്യമില്ല. ഹാപ്പിനെസ് സീക്കിംഗ് ഉള്ളവർ, ആ ഒരു കൺസെപ്റ്റ് ഉള്ളവർക്കാണ് ഇതിന്റെ ഒരു കെട്ടുറുപ്പും കുടുംബത്തിന്റെ ഒരു അന്തരീക്ഷവും മക്കളെ വളർത്തുന്നതിന്റെ ഒരു താല്പര്യവും ഇഷ്ടവും ഒക്കെ വരുത്തുള്ളൂ. അപ്പോൾ ഈ പ്ലഷർ സീക്കിങ്ങും ഹാപ്പിനെസ് സീക്കിങ്ങും തമ്മിലുള്ള ഒരു വ്യത്യാസം നമ്മുടെ തലമുറയെ വളരെയധികം ബാധിച്ചിരിക്കുന്നു. മൂന്നാമത്തെ ഒരു വിഷയം എന്ന് പറയുന്നത് നമ്മുടെ മത നേതാക്കന്മാരാണെങ്കിലും സാമൂഹ്യ നേതാക്കന്മാരാണെങ്കിലും രാഷ്ട്രീയ നേതാക്കന്മാരാണെങ്കിലും എല്ലാവരും തന്നെ സമൂഹത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതിന് പകരം, അല്ലെങ്കിൽ ആ ഒരു ചുറ്റുവട്ടത്തിന് വേണ്ടിയിട്ട് നിലകൊള്ളുന്നതിന് പകരം അവരും സ്വാർത്ഥരായി അവരവരുടെ ഒരു നിലനിൽപ്പും അവരവരുടെ മുന്നേറ്റത്തിനും മാത്രമായിട്ട് നിലകൊള്ളുന്നു. അപ്പോൾ ഒരു മൂല്യച്യുതി തന്നെ നമ്മുടെ സമൂഹത്തിൽ സംഭവിച്ചിരിക്കുന്നു. ഇതൊക്കെ കണ്ട് വളരുന്ന ഒരു തലമുറയാണ് നമ്മുടെ മുൻപിലുള്ളത്. അതുകൊണ്ട് എന്താ സംഭവിക്കുന്നത്, അവർക്ക് ഒരുപാട് തരം പ്രശ്നങ്ങളെ അഡ്രസ് ചെയ്യാതെ പോകുമ്പോൾ, പണ്ടൊക്കെ 5 to 6% കുട്ടികൾ മാത്രമാണ് മൈഗ്രേറ്റ് ചെയ്ത് പുറത്തോട്ട് പോകുന്നെങ്കിൽ ഇപ്പോഴത്തെ കണക്കെന്ന് പറഞ്ഞാൽ 20 to 30% ആൾക്കാർ പുറത്തേക്ക് മൈഗ്രേറ്റ് ചെയ്ത് പോവുകയാണ്. ശേഷിക്കുന്ന തലമുറ പോലും ഒരു വിവാഹത്തിന് താല്പര്യം ഉണ്ടാകുന്നില്ല എന്ന് പറയുമ്പോൾ ഏറ്റവും അവസാനം എന്താണ് സംഭവിക്കുന്നതെന്ന് വെച്ചാൽ, ദൂരവ്യാപകമായിട്ട് നമ്മൾ ഇപ്പോഴത്തെ ഒരു 5 yearsനുള്ളിലുള്ള ഒരു കാര്യമല്ല പറയുന്നത്, പക്ഷെ ഒരു നെക്സ്റ്റ് 20 years നിന്ന് കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, വംശനാശമാണ് സംഭവിക്കാൻ പോകുന്നത്. കാരണം ഇത് ഇന്ത്യയിൽ ഒട്ടാകെ സംഭവിക്കത്തില്ല, അല്ലെങ്കിൽ കേരളത്തിൽ മാത്രം ഉണ്ടാകാൻ പോകുന്ന ഒരു പ്രതിഭാസമാണ് ഞാൻ ഈ പറയുന്നത്. ഈ വംശനാശം സംഭവിച്ചു കഴിയുമ്പോൾ എന്താണ് സംഭവിക്കുന്നത്, മറ്റു സ്ഥലങ്ങളിൽ നിന്ന് ആൾക്കാർ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്യും. അന്നേരവും ആൾക്കാർ ചോദിക്കുന്ന ചോദ്യം ഇതായിരിക്കും, ബംഗാളികൾ മുഴുവനും മലയാളികളായാൽ ആർക്കാണ് എന്താണ് ഛേദം എന്നുള്ള നിലയിലാണ് ആൾക്കാർ ചിന്തിക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ ആ എത്നിസിറ്റി നഷ്ടപ്പെടും. അപ്പൊ നമ്മുടെ എത്നിസിറ്റിയെ കുറിച്ച് നമുക്ക് അതിന്റെ ഒരു മഹത്വം നമ്മൾ തിരിച്ചറിയണം. ആ മഹത്വം എന്താണെന്ന് നമ്മുടെ തലമുറയും പഠിപ്പിച്ചു കൊടുക്കണം. എന്താണ് വിട്ടുവീഴ്ചയെന്നും എന്താണ് മറ്റുള്ളവരെ കൂടെ കരുതുന്നതെന്നും എന്താണ് സ്നേഹമെന്നും ഇതൊക്കെ നമ്മുടെ തലമുറയെ നമ്മൾ പഠിപ്പിച്ചു കൊടുക്കാൻ ബാധ്യസ്ഥരാണ്. അതല്ലാതെ സ്വാർത്ഥത നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഇപ്പോഴത്തെ ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ അവർക്കൊരു മോഡലില്ല. നാം ഓരോരുത്തരും തെറ്റായ മോഡലാണ് നമ്മുടെ തലമുറയെ കാണിച്ചു കൊടുക്കുന്നത്. അപ്പൊ അങ്ങനെ വന്നു കഴിയുമ്പോൾ തീർച്ചയായിട്ടും അവരിങ്ങനെ ഒരു തീരുമാനം എടുക്കുന്നതിൽ യാതൊരു രീതിയിലും അവർക്കൊരു ബുദ്ധിമുട്ടുണ്ടാകുന്നില്ല. അത് തന്നെയല്ല, മാരേജ് എന്ന് പറയുമ്പോൾ നമ്മുടെ പരമ്പരാഗതമായിട്ടുള്ള ഒരു രീതിയിൽ എന്ന് പറഞ്ഞ ബോഡി ഫിസിക്കൽ നീഡ്സും എല്ലാം കിട്ടുന്ന ഒരു ഇടമായിട്ടാണ് മാരേജിനെ കണക്കാക്കുന്നത്. അങ്ങനെ നോക്കുമ്പോഴും നമ്മുടെ തലമുറ ഒരുപാട് അധികം മാറിയിരിക്കുന്നു. കഴിഞ്ഞ ദിവസം എന്റെ അടുത്ത് വന്ന ഒരു പേഷ്യന്റ് തന്നെ എന്നോട് ചോദിച്ചത്, ഒരു ചായ വേണമെന്ന് പറഞ്ഞ് ചായക്കട നമ്മൾ വാങ്ങിക്കേണ്ട ആവശ്യമില്ലല്ലോ. അപ്പൊ ഇത്തരം രീതിയിലുള്ള ചിന്താഗതിയിലൂടെയാണ് നമ്മുടെ തലമുറ കടന്നു പോകുന്നത്. അതിന്റെ ഉത്തരവാദികൾ നാം ഓരോരുത്തരുമാണ്, നമ്മുടെ നേതാക്കന്മാർ തന്നെയാണ്, ഞാൻ ഉൾപ്പെടെ അടങ്ങുന്ന സമൂഹമാണ്. കാരണം അവർക്ക് കറക്റ്റ് ഒരു മാതൃക കാണിച്ചു കൊടുത്തിട്ടില്ല. ഞാൻ തിരികെ എത്താം ഡോക്ടർ എൽസി ഉമ്മൻ. സന്ധ്യ മനോജ്, ഇപ്പൊ നമുക്ക് ഈ സർവേ മാറ്റി നിർത്താം. സർവേ മാറ്റി നിർത്തിയാൽ പോലും ഇപ്പോഴത്തെ പുതിയ തലമുറയിലെ കുട്ടികളെ, പ്രത്യേകിച്ച് പെൺകുട്ടികളെ നിരീക്ഷിക്കുന്നവർക്ക് ഈ ട്രെൻഡ് വളരെ പരിചിതമാണ്, ഈ ഒരു ആറ്റിറ്റ്യൂഡ് പരിചിതമാണ് അല്ലേ? അതെ, തീർച്ചയായിട്ടും. അതെങ്ങനെയാണ് കാണുന്നത്? ഇപ്പോൾ ഡോക്ടർ എൽസി ഉമ്മൻ പറഞ്ഞു നിർത്തുന്ന പോലെ അതൊരു ഗുരുതരമായ ഒരു സാഹചര്യത്തിലേക്ക് പോകും. അങ്ങനെയാണ് ഈ റിപ്പോർട്ട് പറയുന്നത്. ഈ പറഞ്ഞ പോലെ ഒരു എത്നിസിറ്റി നഷ്ടപ്പെടുക ഒരു സംസ്ഥാനത്തിൻ്റെ അല്ലെങ്കിൽ ഒരു പ്രദേശത്തിൻ്റെ എന്നുള്ള വിഷയമൊക്കെ അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ പോലും പുതിയ തലമുറയെ സംബന്ധിച്ചിടത്തോളം എന്താണ് ഇതിൽ തെറ്റ് എന്നവർ ചോദിക്കുന്നത് മറ്റൊരുപാട് കാരണങ്ങൾ കൊണ്ടുകൂടിയാണ്. അതിനകത്ത് ജസ്റ്റിഫിക്കേഷൻ ഇടുന്ന അവരുടെ ഒരു ഭാഗത്തു നിന്ന് ചിന്തിക്കുമ്പോൾ തോന്നാറില്ലേ? തീർച്ചയായിട്ടും. അപർണ, ഇന്നത്തെ കാലത്ത് പണ്ടത്തെ പോലെയല്ല. നമ്മൾ പണ്ട് വളർന്നു വന്ന ഒരു സാഹചര്യം എന്ന് പറഞ്ഞാൽ, പെൺകുട്ടിയാണെങ്കിൽ ഒരു ട്രഡീഷണൽ അല്ലെങ്കിൽ എത്നിസിറ്റി ഫോളോ ചെയ്യുന്ന ഒരു കുടുംബമാണെങ്കിൽ, കുടുംബ പാരമ്പര്യം, കുടുംബ മഹിമ, ആ കുട്ടിയെ വളർത്തുന്നത് തന്നെ കല്യാണം കഴിപ്പിക്കാൻ വേണ്ടിയിട്ടാണ്. ആദ്യമേ തൊട്ട് പൊരുത്തപ്പെട്ടു പോവുക. ഈ പൊരുത്തപ്പെടൽ എന്ന് പറയുന്ന ഒരു വാക്ക് പെൺകുട്ടികൾക്ക് മാത്രമുള്ളതല്ല. ഇന്നത്തെ കാലത്ത് എനിക്ക് തോന്നുന്ന ഏറ്റവും വലിയൊരു വാല്യൂ പോയിന്റ് എന്താന്ന് വെച്ചാൽ, എല്ലാവരും കരിയർ ഓറിയന്റഡ് ആവണം എന്ന് തന്നെയാണ് എന്റെ പേഴ്സണൽ അഭിപ്രായം. കാരണം ഒരു പ്രൊവൈഡർ അല്ലെങ്കിൽ ഒരു ആണുങ്ങളെ നമ്മൾ സാധാരണ പറയുന്നത് പ്രൊവൈഡർ, ഐ പ്രൊവൈഡ് ഫോർ ദ ഫാമിലി എന്നൊക്കെയാണ്. പക്ഷെ അങ്ങനെ അത് മാത്രം വെച്ച് നമുക്ക് ജീവിക്കാൻ പറ്റുന്ന ഒരു നിലയിലല്ല നമ്മുടെ ഏത് രാജ്യവും. അപ്പൊ രണ്ടുപേരുടെയും ഇൻകം ഇമ്പോർട്ടന്റ് ആണ്. പക്ഷെ ഒരുപാട് കാര്യങ്ങൾ സ്ത്രീകളുടെ മാത്രമായിട്ട്, അതായത് ഇപ്പൊ ഈവൻ പ്രോക്രിയേഷൻ ആണെങ്കിലും എല്ലാം ആ റെസ്പോൺസിബിലിറ്റി മുഴുവൻ സ്ത്രീകളുടെ മേലിലാണ് ഇപ്പോഴും നിൽക്കുന്നത്. ഒരു കുട്ടി
നന്നായാൽ അത് ഞങ്ങളുടെ മകൾ, പക്ഷെ ഒരു കുട്ടി എന്തെങ്കിലും തെറ്റ് ചെയ്താൽ അത് അമ്മയുടെ ശ്രദ്ധക്കുറവ് കൊണ്ടാണ്, അല്ലെങ്കിൽ അവർ ജോലി ചെയ്യാൻ പോയത് കൊണ്ടാണ് എന്നുള്ള ഒരു സംഗതി നമ്മുടെ അപാര ചിന്തയിൽ മാറ്റണം. ഒരു പെൺകുട്ടി മാത്രമല്ല പൊരുത്തപ്പെട്ടു പോകുന്നത്. ഇപ്പൊ ഞാൻ ഈ ടോപ്പിക്ക് വന്നതിന് ശേഷം ഞാനിത് നോക്കുകയായിരുന്നു, എത്ര സ്ഥലത്ത് ഒരു പെറ്റേണൽ ലീവ് കൊടുക്കുന്നുണ്ട്, എത്ര രാജ്യങ്ങൾ കൊടുക്കുന്നുണ്ട്, കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്, അതിന് വാല്യൂ കൊടുക്കുന്ന രാജ്യങ്ങളുണ്ട്, ജപ്പാനിലുണ്ട്, സ്വീഡനിലുണ്ട്, വിത്ത് സർട്ടൻ എമൗണ്ട് ഓഫ് പേയ്മെന്റ്. ആ അച്ഛനെയും റെസ്പോൺസിബിൾ ആക്കുകയാണ് ഫ്രം ദ ബിഗിനിങ്, ദാറ്റ് ഇറ്റ് ഇസ് യുവർ ഡ്യൂട്ടി ടു ബ്രിങ് അപ്പ് ദ നെക്സ്റ്റ് ജനറേഷൻ. പക്ഷെ നമ്മുടെ ഒക്കെ ഈ സമയത്ത് നമ്മളൊരു ജോലിക്ക് പോവുകയാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കുട്ടികൾ ജോലിക്ക് പോവാണ്, അവരോട് കുട്ടികൾ ഉണ്ടാവണം എന്ന് പറയുമ്പോൾ ഫസ്റ്റ് തോട്ട് അവർ പോകുന്നത് എന്റെ ജോലി കളയണം, അല്ലെങ്കിൽ ഞാനൊരു ത്യാഗം ചെയ്യണം, അല്ലെങ്കിൽ അതൊരു സാക്രിഫൈസ്, ബിക്കോസ് ഇറ്റ് ഈസ് എ സാക്രിഫൈസ്. അതായത് ഒരു പെൺകുട്ടിക്ക് കുട്ടി ഉണ്ടായാൽ ഉടനെ ജോലിക്ക് പോകാൻ പറ്റില്ല. ഇനി പേരന്റ് സപ്പോർട്ട് ഇല്ലെങ്കിൽ എന്ത് ചെയ്യും? ഒരുപാട് വെളിയിൽ പോകുന്ന കുട്ടികളുണ്ട്. ഇപ്പൊ ഡോക്ടർ എൽസി പറഞ്ഞ പോലെ ഒരുപാട് ആൾക്കാർക്ക് നാട്ടിൽ നിൽക്കണ്ട. എന്തുകൊണ്ട്? ഓപ്പർച്യൂണിറ്റീസ് ആവാം, പേയ്മെന്റിന്റെ കുറവായിരിക്കാം, ലാക്ക് ഓഫ് എന്താണെങ്കിലും. ദ ഐഡിയ ഈസ് നമുക്ക് കൂടുതൽ ആ ഒരു ജീവിതത്തിലേക്ക് മുന്നോട്ട് പോകുമ്പോൾ പേടിച്ചുകൊണ്ടാണോ പോകുന്നത്, അല്ലെങ്കിൽ വിശ്വാസത്തിലാണോ പോകുന്നത്? അപ്പൊ ഈ പൊരുത്തപ്പെടൽ എന്ന് പറയുന്ന കാര്യം നമ്മൾ മറ്റുള്ളവരുടെ ജീവിതത്തിലേക്ക് നോക്കിയിട്ട് അതിൽ പൊരുത്തപ്പെടൽ ഉണ്ടോ? ഇപ്പൊ ഡോക്ടർ എൽസി നല്ല ഒരു പോയിന്റ് ആണ് പറഞ്ഞത്. നമ്മളൊരു മോഡ് സൃഷ്ടിക്കുന്നുണ്ടോ? നമ്മൾ ഈ പറയുന്നതല്ലാതെ അവരെ പറഞ്ഞ് മനസ്സിലാക്കുന്നുണ്ടോ? അതായത് ടുഗെദർനെസ്. ഒരു ജീവിതത്തിൽ നമ്മൾ കരിയറും എല്ലാത്തിനും സക്സസ്ഫുൾ ആയതിനു ശേഷം വേർ ഇസ് യുവർ ഷെയറിങ്, വേർ ഇസ് യുവർ കെയറിങ്, ഹൂ സ്റ്റാൻഡിങ് വിത്ത് യു? ഫ്രണ്ട്സ് എന്ന് പറയുന്നത് താത്കാലികമാണ്. നമ്മുടെ ഒരു പാർട്ട്ണർ നമ്മുടെ ജീവിതത്തിന്റെ ഒരു വിറ്റ്നസ് ആണ്. അത് നമ്മൾ പറയുക മാത്രമല്ല, അത് നമ്മൾ പ്രവൃത്തിയിൽ ചെയ്യുന്നുണ്ടോ? ഇപ്പൊ ഇന്ന് ഈ ഇരിക്കുന്ന ഈ സെഷന് മുമ്പ് ഞാൻ ആദ്യം ചെയ്യുന്നത് എന്റെ 17 വയസ്സുകാരി മോളോട് വിളിച്ചിട്ട് ചോദിച്ചു, മോൾക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമുണ്ടോ എന്ന്. അപ്പൊ അവള് പറഞ്ഞു, താല്പര്യമൊക്കെ ഉണ്ട്, ഞാനിതിനാ കല്യാണം കഴിക്കാണ്ടിരിക്കണേ, പക്ഷെ എന്നോട് ഇന്ന വയസ്സിനുള്ളിൽ ഇന്ന നാൾക്ക് ഇന്ന ജാതിയിൽ ഇപ്പൊ കല്യാണം കഴിക്കണം എന്ന് മാത്രം അമ്മ പറയരുത്. ഐ തോട്ട് ഇറ്റ് വാസ് എ ഫെയർ ഡീൽ. അപ്പൊ എനിക്ക് ആദ്യം ചെക്ക് ചെയ്യേണ്ടത് എന്റെ വീട്ടിൽ എന്റെ മോൾക്ക് താല്പര്യം ഇല്ലെങ്കിൽ പിന്നെ ഞാനിവിടെ വന്നിരുന്നിട്ട് ഇപ്പോഴത്തെ കുട്ടികൾ പറയുന്നത് ശരിയാണ് അല്ലെങ്കിൽ തെറ്റാണ് എന്ന് പറയുന്നതിൽ കാര്യമില്ല. അപ്പൊ ഞാൻ ചോദിച്ചു, എന്താണ് അത്, എന്തുകൊണ്ടാണ്? കാര്യം അവള് 15 വയസ്സായപ്പോഴാണ് എനിക്ക് കേരളത്തിൽ ഒരു ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഷോയിലേക്ക് എനിക്ക് എൻട്രി കിട്ടിയത്. അവളുടെ 10ാം ക്ലാസ് പരീക്ഷ കോവിഡിൽ നമ്മൾ വീട്ടിലിരിക്കുകയാണ്. പക്ഷെ അങ്ങനെ ഒരു ഓപ്പർച്യൂണിറ്റി കിട്ടിയപ്പോൾ ഹസ്ബൻഡിനോട് ചോദിക്കുന്നതിനെക്കാട്ടിലും മുമ്പ് ഞാൻ എന്റെ മകളെ വിളിച്ചിട്ട് ചോദിച്ചു, നിന്റെ ഒരു പ്രൈം എക്സാം ടൈമാണ് 10ാം ക്ലാസ്. ആ 10ാം ക്ലാസ് പരീക്ഷയുടെ കുറച്ച് നാൾ മുമ്പാണ് ഞാൻ പോകുന്നത്. ഞാൻ പോയാൽ നിനക്ക് ബുദ്ധിമുട്ടുണ്ടാവും. അമ്മ, ഞാനാണ് പരീക്ഷ എഴുതേണ്ടത്, ഞാൻ പഠിച്ചെഴുതണം. അമ്മ ഉണ്ടെങ്കിൽ എനിക്ക് കുറച്ച് സമാധാനമുണ്ട്. പക്ഷെ ഇഫ് യു ഡോണ്ട് ചേസ് യുവർ ഡ്രീം, അമ്മയുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിച്ചില്ലെങ്കിൽ ഞാൻ എങ്ങനെ എന്റെ സ്വപ്നങ്ങളുടെ പുറകെ പോകും എന്നാണ് അവൾ ചോദിച്ചത്. അത്രയും ചിന്താ കഴിവ് കൊടുക്കാൻ ഞങ്ങൾ പറഞ്ഞു കൊടുത്തതല്ല, പക്ഷെ ഞങ്ങളുടെ ജീവിതത്തിൽ നിന്ന് ഞങ്ങൾക്ക് അത് ട്രാൻസ്ഫർ ചെയ്യാൻ പറ്റി. അപ്പൊ എനിക്ക് തോന്നുന്നത് നമ്മൾ ഒരുപാട് പാരമ്പര്യത്തിൽ നിന്നാണ് വരുന്നത്. അതായത് മാരേജ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂഷൻ ഇന്നോ ഇന്നലെയോ ഉണ്ടായതല്ല. ഒരുപാട് വർഷങ്ങൾ, അതായത് നൂറ്റാണ്ടുകളായിട്ട് നമുക്ക് അറിയാവുന്ന ഒരു പാരമ്പര്യമാണ്. അത് കളയരുത്, അതിനെ സേവ് ചെയ്യണം. സേവ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ആ ഒരു റൈറ്റ് മോഡ് ഓഫ് സേവിങ് ആയിരിക്കണം. നമ്മുടെ അമ്മമാരെ നോക്കിയിട്ട് അയ്യോ ഇതുപോലെ ആയിരിക്കും എന്റെ ജീവിതം, അല്ലെങ്കിൽ നമ്മുടെ അപ്പുറത്തെ വീട്ടിലെ ആന്റിയെ നോക്കിയിട്ട് ഇതുപോലെയാണ് മാരേജ് എന്ന് തോന്നിക്കഴിഞ്ഞാൽ ഞാൻ എന്തിനാണ് ഈ വയ്യാവേലി എടുത്തുകൊണ്ട് വരുന്നത്? യെസ് സന്ധ്യ, ഞാൻ തിരികെ എത്താം സന്ധ്യയിലേക്കും കൂടി. RJ ആൻ്റപ്പനും ഷിയോൺ സജിയും നമുക്കൊപ്പം ചേർന്നു. ഇരുവരും വിവാഹം നീട്ടിവെച്ചിരിക്കുകയാണ്. ഞാൻ ഷിയോണിലേക്ക് ആദ്യം, അങ്ങനെ ഒരു തീരുമാനത്തിലേക്ക് കടക്കുന്നത് ഇപ്പോൾ പുതിയ തലമുറയുടെ ഒരു വിഷയമാണ് നമ്മൾ സംസാരിച്ചു കൊണ്ടിരിക്കുന്നത്. റെസ്പോൺസിബിൾ ആകാൻ താല്പര്യമില്ല, കമ്മിറ്റ്മെൻറ്റിലേക്ക് കടക്കാൻ താല്പര്യമില്ല, ഹാപ്പിനെസ്സിന് പകരം പ്ലഷർ സീക്കിംഗ് ഒരു തലമുറയാണ് ഇപ്പോഴുള്ളത് എന്നുള്ള വലിയ ആരോപണങ്ങൾക്കിടയിലാണ് ഈ ഒരു റിപ്പോർട്ട് കൂടി വരുന്നത്. അപ്പോൾ ഇങ്ങനെ വിവാഹം നീട്ടിവെക്കുക എന്ന് പറയുന്നത് പിറകിലും നിങ്ങളുടേതായ റീസൺസ് അങ്ങനെ തന്നെയാണോ? അല്ല, ഞങ്ങളുടെ റീസൺസ് അതല്ല. ആക്ച്വലി എൻ്റെ ഏജ് ഐ എം ജസ്റ്റ് 20 ആൻഡ് ടു ബി ഓണസ്റ്റ്, കല്യാണം ഇപ്പോൾ ഉടനെ കല്യാണം എന്നുള്ളത് ഞങ്ങളുടെ ഫാമിലീസ് എല്ലാവരും കൂടെ ചേർന്നിട്ട് എടുത്തൊരു ഡിസിഷൻ തന്നെയായിരുന്നു. അപ്പോൾ ഞാൻ ആദ്യം തൊട്ടേ പറയുന്നുണ്ട്, ഡിഗ്രി കഴിഞ്ഞ് കുറച്ചുകൂടെ ഒരു ജോബ് ആയതിനു ശേഷം, എനിക്കൊരു ജോബ് ആയതിനു ശേഷം കല്യാണത്തിലേക്ക് കിടക്കാം. കാരണം ഇപ്പോൾ ഒരാളുടെ ഇൻകം വെച്ചിട്ട് മുമ്പോട്ട് പോകുക എന്ന് പറയുന്നത് പ്രാക്ടിക്കൽ ആയിട്ടുള്ള കാര്യമല്ല. എസ്പെഷ്യലി ഞങ്ങളുടെ രണ്ടുപേരുടെയും ലിവിങ് സ്റ്റാൻഡേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ഒരാളുടെ ഇതിൽ ലൈക്ക് കമ്പൈൻ ചെയ്ത് പോകാൻ പറ്റുന്നൊരു രീതിയിലുള്ളതല്ല ഒരിക്കലും.
അപ്പോൾ അതുകൊണ്ട് തന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ ശ്രമിക്കുന്നുണ്ടായിരുന്നു ആദ്യം തൊട്ട് ഫാമിലീസിനെ. പിന്നെ ഫൈനലി എല്ലാം ഡിസൈഡ് ചെയ്തതിന് ശേഷമാണ് അവരെ പറഞ്ഞ് കൺവിൻസ് ചെയ്യാൻ പറ്റിയത്. അപ്പോഴത്തേക്കത് ഒന്ന് മാറ്റി വെച്ചു എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അല്ലാതെ ഈ പറയുന്ന കല്യാണത്തോടുള്ള വിരക്തി ആ ഒരു രീതിയിലുള്ള സംഭവമല്ല. അപ്പോഴും ഒറ്റയ്ക്ക്, അതായത് ഡിപ്പെൻഡന്റ് ആവാതെ ഇരിക്കണം, സെൽഫ് ഡിപ്പെൻഡന്റ് ആയിരിക്കണം, ഇതിനകത്ത് രണ്ട് പാർട്ട്നേഴ്സും ഒരേപോലെ, അങ്ങനെ ഒരു ധാരണ അതുണ്ട് ഷിയോണിന്? ഓഫ് കോഴ്സ് അതുണ്ട്. എന്ന് പറഞ്ഞാൽ ഡിപ്പെൻഡൻസി എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാൾ തന്നെ ആയിരിക്കണം ഫ്രൂട്ട് ബെയർ അല്ല എന്നുണ്ടെങ്കിൽ ഒരാൾ എപ്പോഴും പ്രൊവൈഡർ ആയിരിക്കണം എന്നുള്ളതല്ല ഡിപ്പെൻഡൻസിയുടെ സംഭവം. എൻ്റെ പേഴ്സണൽ ഒപ്പീനിയൻ ഇസ് ദാറ്റ് രണ്ടുപേരും ഓക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കേപ്പബിൾ ആയിരിക്കണം ഒരാൾക്കൊരു അത്യാവശ്യം വന്നു കഴിഞ്ഞാൽ. അല്ലാതെ ഒരാൾക്ക് എന്തെങ്കിലും പറ്റിപ്പോയി, ഒരാൾക്ക് ഇപ്പോൾ പെട്ടെന്നൊരു സാഗ്നൻസി വരികയാണ്, അപ്പോൾ ഒരാൾക്ക് നോക്കാൻ പറ്റില്ല, നമ്മൾ തിരിച്ച് ഫാമിലീസിൻ്റെ അടുത്തേക്കല്ല എന്നുണ്ടെങ്കിൽ വേറെ രീതിയിലേക്ക് ഒരു ഹെൽപ്പ് നേടാനായിട്ടല്ല എന്നുണ്ടെങ്കിൽ അങ്ങനെ ഒരു സംഭവത്തിലേക്ക് പോകാതെ ഞങ്ങൾ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും നോക്കാൻ കേപ്പബിൾ ആയിരിക്കണം. ആ ഒരു സംഭവമാണ്. ലൈക്ക് ആൻഡ് ബീങ് ഡിപ്പെൻഡൻറ്റ് ആൻഡ് ബീങ് നോൺ ഡിപ്പെൻഡൻറ്റ്, ഇഫ് എ പേഴ്സൺ ഇസ് എ ഹ്യൂമൻ ബീങ്, ഹി ഓർ ഷീ ഹാസ് ടു ഡിപ്പെൻഡ് അതർ പീപ്പിൾ ഏതെങ്കിലും ഒരു സമയത്ത് ഏതെങ്കിലും ഒരു കാരണത്തിനെങ്കിലും. അല്ലാതെ ഒരിക്കലും ഒരാൾക്ക് സ്വന്തമായിട്ട് ഒരാളായിട്ട് എക്സിസ്റ്റ് ചെയ്ത് പോകാൻ പറ്റും എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഐ എം നോട്ട് കംപ്ലീറ്റ്ലി ലൈക്ക് ചേഞ്ചിങ് ദ തിങ്. അങ്ങനെയാണ് എൻ്റെ തോട്ട് പ്രോസസ്, അങ്ങനെയാണ് പേഴ്സണൽ. ഓക്കെ, അർജുൻ ആൻ്റപ്പൻ, ഇത് ഒരുമിച്ചെടുത്ത ഒരു തീരുമാനം എന്ന് തന്നെ ഞാൻ വിചാരിക്കുന്നു. ഇപ്പോൾ ഈ ഉള്ള പാനലിസ്റ്റുകളിൽ മുഴുവൻ ഉള്ളത് സ്ത്രീകളാണ്, താങ്കൾ ഒഴികെ. അപ്പോൾ സ്വാഭാവികമായിട്ടും രണ്ട് വിഷയമാണ്. ഒന്ന്, നിങ്ങളുടേതായ ഒരു പേഴ്സണൽ വിഷയത്തിനകത്ത് അങ്ങനെ ഒരു വിവാഹം എക്സ്റ്റെൻഡ് ചെയ്യാമെന്നുള്ളൊരു തീരുമാനത്തോട് സ്വാഭാവികമായിട്ടും പല രീതിയിലുള്ള റെസ്പോൺസ് വന്നിട്ടുണ്ടാവും. അതിനെ എങ്ങനെ കൺവിൻസ് ചെയ്തു എന്നുള്ളത്. ഒപ്പം ഒരു ജനറേഷൻ തന്നെ ഇങ്ങനെയാണ് എന്നുള്ളൊരു വലിയ അലിഗേഷൻ ഒരു വശത്ത് മുന്നിൽ നിൽക്കുന്നുണ്ട്. അതിനെയും അതെങ്ങനെയാണ് കാണുന്നത്? ആദ്യത്തെ ചോദ്യത്തിന് ലൈക്ക് ഇതൊരു ഞങ്ങൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ ഞങ്ങളുടെ ഡിസിഷൻ ആയിരുന്നില്ല പെട്ടെന്ന് ഒരു കല്യാണം എന്നുള്ളത്, ഫാമിലി കൊണ്ടുവന്നതാണ്. അപ്പോഴാണ് ഷിയോണിന് ഈ പറയുന്ന പോലെ തന്നെ ഓക്കെ കുറച്ചും സമയം കൂടെ വേണം എന്നുള്ളൊരു കാര്യം പറഞ്ഞു. അപ്പം ഇപ്പം ഞങ്ങൾ തമ്മിലാണ് ജീവിക്കേണ്ടത്. ഈ പറയുന്ന ഫാമിലിയും ബാക്കിയുള്ള ആൾക്കാർക്കും ഒക്കെ ചുമ്മാ ഒരു ദിവസം പറയാനോ അല്ലെങ്കിൽ ഒരു ദിവസം കൂടിയിട്ട് അങ്ങ് പോയാൽ മതി. അത് കഴിഞ്ഞുള്ള ജീവിതം മുഴുവൻ ഞങ്ങളാണ് ജീവിച്ച് തീർക്കാനുള്ളത്. അപ്പോൾ ഞങ്ങളുടെ രണ്ടുപേരുടെയും കംഫർട്ടായിട്ടുള്ള ഒരു ഡിസിഷനിലേക്ക് എടുക്കാം എന്നുള്ളത് വന്നു. ആൻഡ് എനിക്ക് ഇപ്പോൾ കുറച്ച് നാൾ വൈകിട്ടാണെങ്കിലും ഇപ്പോഴാണെന്നുണ്ടെങ്കിലും വലിയ പ്രശ്നം ഉണ്ടായിരുന്നില്ല. സോ ഇപ്പോൾ ഞാനിപ്പം ചിപ്പിയുടെ സൈഡ് കേട്ട് കഴിഞ്ഞപ്പോൾ ഓക്കെ അതിലൊരു കാര്യമുണ്ട്. കാരണം അവൾക്കാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും കുറച്ചും കൂടെ എക്സ്പ്ലോർ ചെയ്യണം എന്നുള്ളതും അതുപോലെ തന്നെ സ്വന്തമായിട്ടൊരു ഇൻകം വേണം, എന്നാലേ എനിക്കും എൻ്റേതായിട്ടുള്ള ഒരു ഇത് എന്നുള്ളൊരിത് വന്നപ്പോൾ ഓക്കെ ശരി എന്നാൽ അങ്ങനെ ആക്കാം എന്നുള്ളത് വന്നു. പക്ഷേ ഇത് ഞാൻ ഓക്കെ പറഞ്ഞു കഴിഞ്ഞിട്ട് ഞങ്ങൾ ഡിസ്കഷൻ കഴിഞ്ഞ് ഓക്കെ പറഞ്ഞു കഴിഞ്ഞ് ഇത് ഫാമിലിയിലേക്ക് വെച്ചപ്പോൾ ആക്ച്വലി ഭയങ്കര പ്രശ്നമായിരുന്നു. കാരണം അത്ര പെട്ടെന്ന് അങ്ങോട്ട് അക്സെപ്റ്റ് ചെയ്തില്ല. കാരണം ഇതെല്ലാം തീരുമാനിച്ചതല്ലേ, നമ്മളെല്ലാം പറഞ്ഞതല്ലേ, അങ്ങനെ കുറേ ചോദ്യങ്ങളും കാര്യങ്ങളൊക്കെ വന്നിട്ടുണ്ടായിരുന്നു. പിന്നെ പറഞ്ഞ് കൺവിൻസ് ചെയ്തു, അങ്ങനെ എത്തിച്ചു. അതാണ് ഞാൻ സെക്കൻഡ് ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചത്. ഈ ഒരു പൊതുവെ ഈ ജനറേഷന് ഒരു വിവാഹം എന്നുള്ളൊരു കമ്മിറ്റ്മെന്റിലേക്ക് കടക്കാൻ ഒരല്പം മടിയുണ്ട്. ഈ പറഞ്ഞ പോലെ എല്ലാം സെറ്റിലായ ശേഷം മതി, പെട്ടെന്ന് ചാടണ്ട എന്നുള്ളൊരു തോന്നൽ അത് നിങ്ങൾക്കും ഉണ്ടോ? അത് മാത്രമല്ല, ഇതിപ്പോൾ ഞാൻ ആക്ച്വലി ഇപ്പോൾ ആർജെ ആയതുകൊണ്ട് തന്നെ ഞാൻ ഈ വോക്സ് പോപ്പും ബാക്കി കാര്യങ്ങളൊക്കെ ആയിട്ട് ആൾക്കാരുടെ ഇടയിലേക്ക് നിൽക്കുമ്പോഴും ഡിസ്കഷനിലേക്കൊക്കെ പോകുമ്പോഴൊക്കെയാണെന്നുണ്ടെങ്കിൽ പൊതുവെ കേൾക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ വിവാഹത്തെ പറ്റി ആരോടും അതിനിപ്പോൾ ഏജിൻ്റെ ആവശ്യമില്ല. എസ്പെഷ്യലി വിവാഹം കഴിച്ചവരോട് ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു 90% വിവാഹം കഴിച്ചവർ ആരും വിവാഹത്തെക്കുറിച്ച് അത്ര നല്ല അഭിപ്രായങ്ങൾ പറയാറില്ല എന്നുള്ളതാണ് സത്യം. അപ്പോൾ ഈ കേൾക്കുന്നവരാണെന്നുണ്ടെങ്കിലും അതിൻ്റെ അടിയിൽ നിന്ന് വരുന്ന, അതായത് ഒരു പുതിയ ജനറേഷൻ അല്ലെങ്കിൽ കല്യാണം കഴിക്കാൻ പോകുന്നവർക്ക് കേട്ട് വരുന്നത് മുഴുവൻ ഈ കല്യാണത്തെ പറ്റിയുള്ള നെഗറ്റീവാണ്. ഇതേ കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾ ഇങ്ങനെ ആയിരിക്കും, കല്യാണം കഴിച്ച് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അങ്ങനെ പറ്റില്ല, ഇങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും, അങ്ങനെ കുറേ സംഭവങ്ങൾ ഉണ്ടാവും എന്നുള്ള സാധനം നമ്മളിങ്ങനെ ഫീഡ് ചെയ്ത് കൊടുത്തുകൊണ്ടേയിരിക്കുകയാണ്. നമ്മളെപ്പോഴും ഞാൻ വിശ്വസിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ കല്യാണം എന്നുള്ളതിനേക്കാളുപരി ഞങ്ങൾ രണ്ടുപേരും കൂടെ ഒരുമിച്ച് ജീവിക്കാനായിട്ട് പോകുന്നു. അപ്പം നമ്മളൊരു എക്സാമ്പിൾ ആയിരിക്കണം മറ്റൊരാൾക്ക്, അതായത് ഇനി ഒരാൾക്ക് പ്രേമിക്കാനും അല്ലെങ്കിൽ ഒരുമിച്ച് ജീവിക്കാനും ഒരു എക്സാമ്പിൾ ആയിരിക്കണമല്ലോ. അല്ലാതെ ഞാൻ പോയിട്ട് ഇനി എൻ്റെ മക്കളോടോ അല്ലെങ്കിൽ എൻ്റെ താഴെയുള്ളവരോടോ പറയണത് കല്യാണം കഴിച്ച് കഴിഞ്ഞാണ്ടല്ലോ നമ്മുടെ എല്ലാ ഫ്രീഡവും പോയി, നമ്മുടെ ഇതെല്ലാം പോയി എന്നുള്ള സാധനം റിപ്പീറ്റ് ആയിട്ട് നമ്മൾ കേട്ട് വരുമ്പോഴാണെന്നുണ്ടെങ്കിലും അത് നമ്മൾ എക്സ്പീരിയൻസ് ചെയ്തില്ലെങ്കിൽ പോലും അറിയാതെ ഇത് നമ്മുടെ മനസ്സിൽ കിടക്കും എന്നുള്ളതാണ്. ഓക്കെ, റൈറ്റ്. ഡോക്ടർ എൽസ്യൂമൻ, ആ പറഞ്ഞതിൽ നിന്ന് തുടങ്ങണം. അതായത് ഈ മറ്റുള്ളവരിൽ നിന്ന് കിട്ടുന്ന ഒരു ഫീഡ്ബാക്ക്, അത് ആ ജനറേഷനെ നമ്മൾ നേരത്തെ പറഞ്ഞു നിർത്തിയത് അതുകൂടിയാണ്. ഈ റിപ്പോർട്ട് കൂടി ഒന്ന് പരിശോധിച്ചാൽ വിവാഹത്തെ ദുരന്തമായിട്ട് ചിത്രീകരിക്കുന്ന പത്രവാർത്തകൾ, സിനിമകൾ, അതുപോലെയുള്ള വിഷയങ്ങളെല്ലാം വല്ലാത്ത രീതിയിൽ പുതിയ തലമുറയെ സ്വാധീനിക്കുന്നു എന്നുള്ളതാണ്. പക്ഷേ ഈ പറയുന്ന വിഷയങ്ങളെല്ലാം അത് നിഷേധിക്കപ്പെടുന്ന കാര്യങ്ങളാണോ? ഇത്തരം സംഭവങ്ങൾ റിയലായിട്ട് നടക്കുന്നു, അതിൻ്റെ കണക്കുകൾ പുറത്തേക്ക് വരുന്നു, അതിൻ്റെ വാർത്തകൾ പുറത്തേക്ക് വരുന്നു, ഇതങ്ങനെ പൂർണ്ണമായിട്ട് നിഷേധിക്കാവുന്ന ഒരു കാര്യമാണോ എന്ന് പുതിയ തലമുറ തന്നെ തിരിച്ചു ചോദിച്ചാൽ എന്ത് മറുപടി കൊടുക്കാൻ കഴിയും? തീർച്ചയായിട്ടും എപ്പോഴും നെഗറ്റീവ് ന്യൂസ് ആണ് ആൾക്കാരുടെ ശ്രദ്ധയിൽപ്പെടുന്നത്.
പോസിറ്റീവ് ന്യൂസ് ആരുടെയും ശ്രദ്ധയിൽപ്പെടാറില്ല. കാരണം പരിണാമപരമായിട്ട് നമ്മുടെ തലച്ചോറ് അങ്ങനെയാണ്. കാരണം ഒരു പാമ്പ് കടിച്ചു മരിച്ചു എന്ന് പറയുമ്പോൾ അതിന് ന്യൂസ് വാല്യൂ ഉണ്ട്. കാരണം പിന്നെ പ്രിക്കോഷൻ എടുക്കാനായിട്ടാണ്, മറ്റുള്ളവർ സൂക്ഷിക്കാനായിട്ട് എന്ന് പറഞ്ഞത് മാതിരി നെഗറ്റീവ് ന്യൂസ് വരുമ്പോൾ പ്രത്യേകിച്ച് അങ്ങോട്ടൊരു ശ്രദ്ധ അധികമായിട്ട് കിട്ടും. കാരണം പ്രിക്കോഷൻസ് വല്ലതും എടുക്കണമെങ്കിൽ അങ്ങനെ ആയിക്കോട്ടെ എന്നുള്ളത് വെച്ച്. പക്ഷെ എപ്പോഴും നമ്മളൊരു കാര്യം മനസ്സിലാക്കണം, ഇത്തരം ന്യൂസ് കണ്ടിട്ട് ഇൻഫ്ലുവൻസ്ഡ് ആകുക എന്നൊക്കെ പറഞ്ഞാൽ അത് ഇന്നത്തെ കാലത്ത് അത് ഒരു ബാലിശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഞാൻ നിങ്ങളോട് സംസാരിക്കുമ്പോൾ ഞാൻ ഇപ്പോൾ ഒരു 2 മിനിറ്റ് മുമ്പേ ചിന്തിച്ചത്, ഞാൻ MD-ക്ക് ജോയിൻ ചെയ്തപ്പോൾ എന്റെ മോൻ LKG-ക്ക് ജോയിൻ ചെയ്തു. ഞാൻ MD പാസ്സായി, അവൻ ഇപ്പൊ ഫസ്റ്റ് ഇയർ MBBS ആയി. ഞങ്ങളുടെ രണ്ടുപേരുടെയും പഠിത്തവും കരിയറും എന്റെ ഹസ്ബൻഡിന്റെ എല്ലാം അങ്ങനെ തന്നെ പോയി. അതായത് എല്ലാ പെൺകുട്ടികൾക്കും ഒരേ പോലെ തന്നെ എല്ലാം കൈകാര്യം ചെയ്യാനുള്ള സാമർഥ്യം ഉണ്ട്. അത് ശരിക്കും പറഞ്ഞാൽ ആൺകുട്ടികൾക്ക് അത്രയും തന്നെ ഉണ്ടോ എന്ന് എനിക്ക് സംശയമുണ്ട്. കാരണം പെൺകുട്ടികളുടെ തലച്ചോറ് അങ്ങനെയാണ്, അവർക്ക് പല കാര്യങ്ങൾ ഒരേ സമയം കൈകാര്യം ചെയ്യാനുള്ള കെൽപ്പുണ്ട്. പക്ഷെ അങ്ങനെ കെൽപ്പുള്ളപ്പോൾ, അത്രയും കഴിവുള്ളപ്പോൾ അവര് ഈ ഒരു മാരേജിന്റെ കാര്യം പറഞ്ഞു, അല്ലെങ്കിൽ കുട്ടികളെ വളർത്താനുള്ള ബുദ്ധിമുട്ട് പറഞ്ഞു, അതൊക്കെ പറഞ്ഞിട്ട് പിന്നോട്ട് പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അവരുടെ കഴിവ് കുറവ് കൊണ്ടോ അല്ലെങ്കിൽ അവരുടെ സാമർത്ഥ്യക്കുറവ് കൊണ്ടോ അവരുടെ കോൺഫിഡൻസ് ഇല്ലായ്മ കൊണ്ടോ ഒന്നുമല്ല. മറ്റു പല എക്സ്റ്റേണൽ ഫാക്ടേഴ്സ് ആണ് ഇതിൽ വ്യാപരിക്കുന്നത്. അത് തന്നെയാണ് ഞാൻ പറഞ്ഞത്, അവർക്ക് കാണിച്ചു കൊടുക്കുന്ന മാതൃക, സ്വന്തം വീട്ടിൽ നിന്ന് തന്നെ കിട്ടുന്ന മാതൃക, സമൂഹത്തിൽ നിന്ന് കിട്ടുന്ന മാതൃക. അപ്പോൾ ഇങ്ങനെയൊക്കെ വന്നു കഴിയുമ്പോൾ റോങ് ആയിട്ടുള്ള ഇൻഫർമേഷൻസ് അവർ ഗ്യാദർ ചെയ്യും. അതനുസരിച്ച് അവർ ഇമ്മച്ചുവേർഡ് ആയിട്ടുള്ള തീരുമാനം എടുത്താൽ നമുക്കൊട്ടും അത്ഭുതപ്പെടാനില്ല. ഓക്കെ, സന്ധ്യ, ആ വിഷയം തന്നെ, അതായത് കൂടുതൽ കരിയർ ഓറിയന്റഡ് ആണ്, കമ്മിറ്റ്മെന്റ് ലെസ് ആണ്, അതിനെന്ത് പ്രശ്നമുണ്ട് എന്ന് പുതിയ തലമുറ ചോദിക്കുകയാണ്. കാരണം ഇതിനു മുമ്പ് കിട്ടിയിരിക്കുന്ന ഫീഡ്ബാക്കുകൾ അനുസരിച്ച് കൂടുതൽ ജീവിതം മെച്ചപ്പെടുത്തേണ്ടതായ രീതിയിലേക്ക് പോകണമല്ലോ, ഞങ്ങൾ അതിനുള്ള തയ്യാറെടുപ്പുകൾ എടുക്കുന്നു എന്ന് ഒരു ജനറേഷൻ പറയുമ്പോൾ എങ്ങനെ കുറ്റപ്പെടുത്താൻ കഴിയും? കുറ്റപ്പെടുത്തുന്നില്ല അപർണ. സത്യം പറഞ്ഞാല് ഈ കമ്മിറ്റ്മെന്റ് ലെസ് ആണ് എന്ന് പറയുന്നതിനോട് ഞാൻ യോജിക്കുന്നില്ല. കരിയർ ഒരു സ്ഥലത്തേക്ക് എത്തണമെങ്കിൽ അതൊരു കമ്മിറ്റ്മെന്റ് അല്ലേ, അതും ഒരു വലിയ കമ്മിറ്റ്മെന്റ് ആണ്. അപ്പോ നമുക്ക് ഒരു പറഞ്ഞോളൂ സന്ധ്യ, കേൾക്കാം, പറയൂ. അപ്പോ അത് നമുക്ക് വളരെ എനിക്ക് തോന്നുന്നത് ഒരു തെറ്റായ ആരോപണമാണ്. ഇപ്പോഴത്തെ കുട്ടികൾ വളരെ കമ്മിറ്റഡ് ആണ്, അവർ ചെയ്യുന്ന എല്ലാ കാര്യത്തിലും കമ്മിറ്റഡ് ആണ്, അവര് കുറച്ചും കൂടി ഇൻഫോംഡ് ആണ്. ഇപ്പോ നമുക്ക് പണ്ടത്തെ കാലത്ത് നമുക്ക് ആക്സസിബിൾ എന്ന് പറഞ്ഞ ഗ്രന്ഥങ്ങളും അല്ലെങ്കിൽ അമ്മൂമ്മ കഥകളും അല്ലെങ്കിൽ നമുക്ക് കിട്ടുന്ന ബുക്സും പേപ്പറും മാത്രമാണ്. ഇന്ന് ന്യൂസ് എന്ന് പറയുമ്പോൾ ഇറ്റ് ഇസ് അണ്ടർ ഇൻ യുവർ പാംസ്. ഏത് സ്ഥലത്ത് ഏത് ന്യൂസും നമുക്ക് അവൈലബിൾ ആണ്. എന്തുകൊണ്ട് കുട്ടികൾ പുറത്തേക്ക് പോകുന്നു? പണ്ട് തൊട്ടേ ഇന്നത്തെ കാലത്ത് മാത്രമല്ല കുട്ടികൾ പുറത്തു പോകുന്നത്, പണ്ട് തൊട്ടേ ഗൾഫിലും ഒക്കെ കൂടുതൽ ബെറ്റർ ലൈഫ് സ്റ്റൈൽ അല്ലെങ്കിൽ ഇവിടുത്തെ കോസ്റ്റ് ഓഫ് ലിവിങ് മീറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് പുറത്തു പോകുന്നുണ്ട്. അപ്പൊ കമ്മിറ്റ്മെന്റ് ഇല്ല ഇപ്പോഴത്തെ കുട്ടികൾ എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ കംപ്ലീറ്റ്ലി ഐ എം അഗൈൻസ്റ്റ് ഇറ്റ്. ബിക്കോസ് എനിക്ക് തോന്നുന്നു ഇപ്പോഴത്തെ കുട്ടികൾ വളരെ കമ്മിറ്റഡ് ആണ്, അവർ കുറച്ചും കൂടെ കോൺസെൻട്രേറ്റഡും ഫോക്കസ്ഡുമാണ്. അവർക്ക് ക്ലാരിറ്റി ഉണ്ട് എന്താണ് അവർക്ക് വേണ്ടത്. സാധാരണ ഇപ്പൊ ഞാനും 20 വയസ്സിൽ കല്യാണം കഴിച്ചതാണ്. 20 വയസ്സിൽ എനിക്ക് എന്താണ് വേണ്ടത്, എനിക്ക് ആഗ്രഹങ്ങളുണ്ടായിരുന്നു, പക്ഷെ അത് ആഗ്രഹങ്ങളായിരുന്നു. എനിക്ക് എന്റെ ജീവിതം കൊണ്ട് എന്താണ് വേണ്ടത്, എനിക്ക് എവിടെയൊക്കെ എത്തണം, എനിക്ക് എന്തൊക്കെ വേണം എന്നുള്ള കാര്യങ്ങളിൽ ഞാനും കുറച്ച് ആംബിഗ്വസ് ആയിരുന്നു. മനോജിനെ കല്യാണം കഴിച്ചു. മനോജ് ഒരു പ്രൊഫഷണൽ ആയിരുന്നു. മനോജ് അക്കൗണ്ടന്റ് ICWA ആണ്, പക്ഷെ അതിനോട് താല്പര്യമില്ല, യോഗ ചെയ്യണം എന്ന് പറഞ്ഞപ്പോൾ ഞാനൊരു പാഷൻ ഡ്രിവൻ പാർട്ട്ണർ ആയതുകൊണ്ട് ഞാൻ സമ്മതിച്ചു. പക്ഷെ ഞാനൊരു പാഷൻ ഡ്രിവൻ പാർട്ട്ണർ അല്ലായിരുന്നെങ്കിൽ ആ അറേഞ്ച്ഡ് മാരേജ് അവിടെ ആദ്യമേ തൊട്ട് ഒരു ബ്ലോക്കാണ് അവിടെ വരുന്നത്. പിന്നെ ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം എനിക്ക് ഒരു 30 വയസ്സൊക്കെ ആയപ്പോൾ എനിക്ക് തോന്നി എനിക്കിങ്ങനെ വെറുതെ ഡാൻസ് മാത്രം ചെയ്താൽ പോരാ, അല്ലെങ്കിൽ ഒരു ഇൻസ്റ്റിറ്റ്യൂഷനിൽ പഠിപ്പിച്ചാൽ പോരാ, എനിക്ക് സോളോ പെർഫോമർ ആണ്. അത് പറഞ്ഞപ്പോൾ മനോജിന് ഉൾക്കൊള്ളാൻ പറ്റിയത് എന്താന്ന് വെച്ചാൽ ഞാൻ ആ ഫ്രീഡം കൊടുത്തു. അന്ന് മനോജിനൊരു സപ്പോർട്ട് വേണ്ടപ്പോൾ ഞാൻ കൂടെ നിന്നു. അതേപോലെ എനിക്കൊരു സപ്പോർട്ട് വരുന്ന ഒരു ഘട്ടത്തിൽ മനോജും പറഞ്ഞു, ഇഫ് യു വോണ്ട് ടു പെർസ്യൂ. എന്താന്ന് വെച്ചാൽ ഇറ്റ് വാസ് എ ഗിവ് ആൻഡ് ടേക്ക്. ആ ഗിവ് ആൻഡ് ടേക്ക് റിലേഷൻഷിപ്പ് എത്ര എന്ന് പറഞ്ഞാൽ ഞങ്ങളുടെ ഇടയിൽ പ്രശ്നമില്ല എന്നല്ല, ഞാൻ മനോജിനെ കുറിച്ച് കുറ്റം പറയാത്ത, മനോജ് എന്നെ കുറിച്ച് കുറ്റം പറയാൻ അതല്ല. പക്ഷെ ദർ ഇസ് ഓൾവേസ് എ കമ്മ്യൂണിക്കേഷൻ ടു ഗെറ്റ് ടു വേർ യു വോണ്ട് ടു. എനിക്ക് തോന്നുന്നത് ഇപ്പോ ഈ കല്യാണം മാറ്റി വെച്ചിരിക്കുന്ന ഈ നല്ല ബ്യൂട്ടിഫുൾ കപ്പിൾ പോലും ആ ഒരു മെച്യൂരിറ്റിയിലാണ് അവരത് മനസ്സിലാക്കി അവരുടെ പേരൻസിനെ പോലും കൺവിൻസ് ചെയ്തിരിക്കുന്നത്. ഓഫ് കോഴ്സ് സോഷ്യൽ എലിമെന്റ് വെച്ച് നോക്കുമ്പോൾ ഒരു കല്യാണം നിശ്ചയിച്ചിട്ട് അത് മാറ്റിവെക്കുന്നു എന്ന് പറയുന്നത് ഒരു വലിയ ഫോൾ ബാക്ക് ആണ്. പക്ഷെ എന്നെ സംബന്ധിച്ചോളം അതൊരു മെച്യൂർഡ് ഡിസിഷൻ ആണ് ഓഫ് എ കപ്പിൾ ടു ഡിസൈഡ് അവരുടെ കോസ്റ്റ് ഓഫ് ലിവിങ്, അവരുടെ ലൈഫ് സ്റ്റൈൽ, അവരുടെ ക്വാളിറ്റി ഓഫ് ലിവിങ് അവർ ഡിസൈഡ് ചെയ്ത് അവർ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുന്നതിൽ എനിക്ക് ഒരു
ഒരു ഹസാഡസ് ഫീലിംഗ് എനിക്ക് തോന്നുന്നില്ല. പിന്നെ പെൺകുട്ടികൾ എന്ന് പറയുന്നവരെ എന്നും എല്ലാം എടുത്ത് ചെയ്തോളാം എന്ന് ഒരു സിസ്റ്റം ആക്കി വന്നേക്കാണ്. ഒരുപാട് കപ്പിൾസും ഒരുപാട് പേരൻസും ഞാൻ കണ്ടിട്ടുണ്ട് വേർ ഫാദർ ഹാസ് ഗിവൺ അപ്പ് ഹിസ് ജോബ് ആൻഡ് മദർ ഇസ് ദ ഏർണിംഗ് മെമ്പർ. പക്ഷെ അത് വളരെ ചുരുക്കമാണ്, ആ നമ്പർ വളരെ ചുരുക്കമാണ്. അവരൊന്നും നമുക്ക് എക്സാമ്പിൾസ് ആയിട്ടില്ല. പക്ഷെ നമുക്ക് ഈ സ്ത്രീകൾ തന്നെ എല്ലാ ബ്രണ്ടും ബെയർ ചെയ്യണം, എല്ലാ റെസ്പോൺസിബിലിറ്റിയും എടുക്കണം. ഹസ്ബൻഡ് വിൽ ഡു ഓൺലി ദീസ് തിങ്സ്. ബിക്കോസ് സാധാരണ നമ്മുടെ വീടുകളിൽ നമ്മൾ പറയുന്നത് അയ്യോ എന്റെ മോനെ ഇത്രേ പറ്റുള്ളൂ. അത് നമ്മളൊരു സയന്റിഫിക് ആൻഡ് സോഷ്യൽ സിസ്റ്റം ആക്കിയേക്കാണ് ആണുങ്ങൾക്ക് ഇത്രേ പറ്റുള്ളൂ. മൾട്ടി ടാസ്കിങ് ചെയ്യുന്ന ഒരുപാട് ആണുങ്ങളുണ്ട്. മൾട്ടി ടാസ്കിങ് പെണ്ണുങ്ങളുടെ ഒരു ഫാക്കൽറ്റി ആയത് ബിക്കോസ് ഫോർ ജനറേഷൻസ് ഓർ ഫോർ എറാസ് we've been multitasking because we didn't have a choice. നമുക്കൊരു ചോയ്സ് തരാതെ നമ്മൾ എങ്ങനെ ഓക്കെ എനിക്ക് മൾട്ടി ടാസ്ക് ചെയ്യണ്ട, എനിക്ക് ഈ ഒരു കാര്യം മാത്രം ചെയ്താൽ മതി എന്ന് പറയുന്ന എത്ര ഇപ്പൊ നമുക്ക് അതൊരു എന്താ പറയാ ഒരു ആഭരണമാണ്, അല്ലെങ്കിൽ സാക്രിഫൈസ്. ഇപ്പൊ ഏതൊരു ഈവൻ പണ്ട് കാലത്ത് തൊട്ട് നമ്മൾ സ്ത്രീകൾ ഞാൻ എന്റെ ജീവിതം എന്റെ കുട്ടികൾക്ക് വേണ്ടി ഒഴിഞ്ഞു വെച്ചു, അല്ലെങ്കിൽ ഭർത്താവ് കല്യാണത്തിന് ശേഷം ഇപ്പൊ ഒരുപാട് നർത്തകികളെ ഞാൻ കാണുന്നുണ്ട് പലയിടത്തും പെർഫോമൻസിന് പോകുമ്പോൾ ഇപ്പൊ ചേച്ചി ഞാനും ഡാൻസ് ചെയ്തിരുന്നു, കോളേജില് വിന്നർ ആയിരുന്നു, ഞാനൊരു ഡാൻസർ ആണ്. അപ്പൊ ഞാൻ ഇപ്പൊ അല്ലേ ആയിരുന്നു, അല്ല കല്യാണത്തിന് ശേഷം ജോലിക്ക് പോകണം, കുട്ടികളെ നോക്കണം, സമയമില്ല. എത്ര ആക്ടിവിറ്റീസ് ആ ഹസ്ബൻഡ് മാറ്റിവെച്ചു എന്ന് ഞാൻ ചോദിച്ചാൽ അവിടെ ഒരു ക്ലാഷ് വരും. ഞാൻ ചോദിക്കാറില്ല, കാര്യം അവരുടെ തമ്മിൽ ഒരു ക്ലാഷ് ഉണ്ടാവാനല്ല. പക്ഷെ ഞാൻ പറഞ്ഞു അപ്പൊ ഞാൻ പറയുന്ന ഒരു കാര്യം, മോളെ അല്ലെങ്കിൽ കുട്ടി ഒരു ദിവസം ആഴ്ചയിൽ ഒരു ദിവസം തിരിച്ച് ക്ലാസ്സിലേക്ക് പോകും. ദാറ്റ് ഈസ് വാട്ട് യു ഡു ഫോർ യുവർ സെൽഫ്. അപ്പോ നമ്മൾ ഈ മൾട്ടി ടാസ്കിങ് ഒരു ക്രെഡിറ്റ് ആണെങ്കിലും വെൻ യു ആർ ടയേർഡ് ഓഫ് ഇറ്റ് ഡോണ്ട് ആഡ് ഓൺ ദി സ്ട്രെസ്. എനിക്കാണ് ആ ക്ലാരിറ്റി ഇപ്പോഴത്തെ കുട്ടികൾക്ക് കുറച്ചും കൂടി ഉണ്ട്. ഓക്കെ റൈറ്റ് യെസ് ഷിയോൺ, ആ ഒരു വിഷയത്തിൽ നിന്ന് കുറച്ചും കൂടി വളരെ ഫോക്കസോടുകൂടി നിങ്ങൾ ലൈഫിനെ കാണുന്നു എന്നുള്ള ആ ഒരു ഫൈൻഡിങ്സിൽ നിന്നാണ് നമ്മൾ സംസാരിക്കുന്നത്. ഇപ്പോൾ ഈ റിപ്പോർട്ടിനെ എടുക്കുമ്പോൾ പോലും റിപ്പോർട്ട് പറയുന്നത് പുറത്തുള്ള എക്സ്റ്റേണൽ ഫാക്ടേഴ്സ്, അതായത് അത് ന്യൂസ് മെറ്റീരിയൽസ് ആവാം, അതല്ലെങ്കിൽ സിനിമയാവാം, ഇതെല്ലാം ഇൻഫ്ലുവൻസ് ചെയ്യുന്നു. വിവാഹം ഒരു ട്രാജഡിയാണ് എന്ന് അത് പ്രഖ്യാപിക്കുന്ന ഇത്തരം കാര്യങ്ങൾ കൊണ്ട് പുതിയ ജനറേഷനൊന്നും മടിക്കുന്നു, ഒന്ന് ഹെസിറ്റേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്. ഞാൻ ചോദിക്കുന്നത്, അങ്ങനെ ഒരു ഫൈൻഡിങ്സിനെ നിങ്ങൾ റിലേറ്റ് ചെയ്യുന്നുണ്ടോ, അതോ നിങ്ങൾക്ക് പരിചിതമായിട്ടുള്ള പലരുടെയും അനുഭവങ്ങൾ അത് വെച്ചിട്ടായിരിക്കുമോ ഒരു പക്ഷേ നിങ്ങളൊരു കൺക്ലൂഷനിലെത്തുക? പേഴ്സണലി അഗൈൻ ഐ എം സ്പീക്കിംഗ് ഫ്രം മൈ പേഴ്സണൽ എക്സ്പീരിയൻസ്. ഞാൻ വരുന്നൊരു ബ്രോക്കൺ ഫാമിലിയിൽ നിന്നാണ്. അപ്പോൾ എനിക്ക് 8 വയസ്സുള്ള സമയം തൊട്ട് അമ്മയും അപ്പനും രണ്ടായിട്ടാണ് താമസിക്കുന്നത്. ആൻഡ് ഐ യൂസ് ടു ലിവ് വിത്ത് മൈ ഫാദർ. അങ്ങനെ ജീവിക്കുന്ന സമയത്ത് മുഴുവൻ ഞാൻ കണ്ടിട്ടുള്ളത് ഒരു ഫാമിലി ലൈഫ് എങ്ങനെയൊക്കെ ഫ്ലോപ്പ് ആവാം എന്നുള്ളതിനെ പറ്റിയാണ്. ഏതൊക്കെ രീതിയിലാണ് ഓക്കെ എന്തൊക്കെ സംഭവിച്ചാലും എങ്ങനെ പ്രശ്നങ്ങൾ വരും, എവറിത്തിങ് എല്ലാം പ്രോബ്ലം ഓറിയൻറ്റഡ് ആയിട്ടുള്ള രീതിയിലാണ് ഞാൻ കണ്ടിട്ടുള്ളത്. ആൻഡ് ദെൻ അത് കഴിഞ്ഞ് എൻ്റെ ഫാദർ മരിക്കുന്നത് എനിക്ക് 13 വയസ്സുള്ളപ്പോഴാണ്. അത് കഴിഞ്ഞ് ഞാൻ അമ്മയുടെ അടുത്തേക്ക് തിരിച്ചു വന്ന് ഞങ്ങൾ ഇത് ചെയ്യുന്നു. ലൈഫിൽ മുമ്പോട്ട് പോകുമ്പോഴാണെന്നുണ്ടെങ്കിലും ചുറ്റും നിൽക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിലും ആർക്കാണെങ്കിലും പറയാനുള്ളത് ബേസിക്കലി കല്യാണം എന്നൊരു സംഭവം മുമ്പിലേക്ക് വന്നപ്പോഴത്തേക്ക് എല്ലാവർക്കും പറയാനുണ്ടായിരുന്ന ഒറ്റ കാര്യമുള്ളൂ, നീ ഈ പ്രായത്തിൽ തലയിലോട്ട് എടുത്തു വെക്കാൻ പോകുന്നത് വലിയൊരു ഭാരമാണ്, യു ഗോണ ലൂസ് ഓൾ യുവർ ഫ്രീഡം. ഞാൻ അത്ര ഭയങ്കര ഫ്രീഡം കിട്ടി വളർന്ന ഒരാളല്ല, കാരണം ഭയങ്കര സ്ട്രിക്റ്റ് ആയിട്ടുള്ളൊരു ബാക്ക്ഗ്രൗണ്ടിലായിരുന്നു അമ്മ വളർത്തിക്കൊണ്ടുവന്നത്. അതിൻ്റെ അതൊക്കെ മാക്സിമം ഞാൻ ചാടിയിട്ടുണ്ട്. അങ്ങനെ ചാടിപ്പോയി കണ്ടുപിടിച്ചതാണ് ഈ ആളെ. ആൻഡ് അപ്പോൾ ഞാൻ എപ്പോഴാണെന്നുണ്ടെങ്കിലും ഓക്കെ കല്യാണം എന്ന് പറയുന്ന ഒരു ഫാക്ടർ പറയുമ്പോൾ തന്നെ ഞാൻ കേൾക്കുന്നത് മുഴുവൻ നെഗറ്റീവ്സ് ആണ്. കേൾക്കുന്നത് മാത്രമല്ല കാണുന്നതും. അപ്പനും അമ്മയും കുടുംബ കോടതി കയറി ഇറങ്ങുകയാണ്. ആൻഡ് ഫൈനലി അവർ ഡിവോഴ്സ് ആവുന്നു, ഒരാൾ മരിച്ചു പോകുന്നു, ഈ സംഭവങ്ങളെല്ലാം നിൽക്കുന്നു. ബാക്കി ഇപ്പോൾ അപ്പുറത്തെ വീട്ടിലെ ആൻറ്റി നോക്കുകയാണ്, ഇപ്പുറത്ത് നോക്കുകയാണ്. ഇവരെല്ലാവരും ഈ ഒരു രീതിയിലുള്ള ഒന്നുകിൽ എൻ്റെ അമ്മയുടെ സെക്കൻഡ് മാരേജിലാണ് ഞാൻ ഉണ്ടാവുന്നത്. ഫസ്റ്റ് മാരേജിൽ ഹസ്ബൻഡ് മരിച്ചു പോയതാണ്. വളരെ ട്രാജിക് ആയിട്ടുള്ളൊരു സംഭവം. പെട്ടെന്ന് ഒരു ദിവസം ട്രെയിനിൽ നിന്ന് വീണ് മരിക്കുകയാണ്. വെൻ മൈ ബ്രദർ വാസ് 1 year old. അത് കഴിഞ്ഞ് 21 വർഷം ചേട്ടനെ വളർത്തിക്കൊണ്ട് വരുന്നു. 21ാമത്തെ വയസ്സ് ചേട്ടൻ മരിക്കുന്നു. അപ്പോൾ ഇതെല്ലാമാണ് എൻ്റെ ഫാമിലി ബാക്ക്ഗ്രൗണ്ടിൽ ഞാൻ കാണുന്നത്. ഇത് അങ്ങനെ ഒരുപാട് പ്രോബ്ലംസ് കാണുമ്പോഴും ബാക്കിയുള്ളവരുടെ സംഭവം അത് ഭയങ്കര നെഗറ്റീവായിട്ട് തന്നെ എന്നെ എഫക്റ്റ് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഞാൻ ആലോചിച്ചത് എന്താണെന്ന് വെച്ചാൽ ഈ പറയുന്ന സാഹചര്യത്തിൽ ഒരു പുതിയ ആൾ എൻ്റെ ലൈഫിലേക്ക് വരികയാണ്. ഒരു പുതിയതായിട്ട് ഒരാൾ വന്നിട്ട് പെട്ടെന്നൊരു 2 weeks അല്ലെ 3 weeks കൊണ്ട് പരിചയപ്പെടുന്നു. ആൾ എന്താണെന്ന് പോലും എനിക്കറിയില്ല. ഞാൻ ഒരുപാട് പാഷനുള്ള ഒരു വ്യക്തിയാണ്. ഐ എം എ സിംഗർ, ലൈക്ക് വി സ്റ്റാർട്ടഡ് ആ യൂട്യൂബ് ചാനൽ റൈറ്റ് നൗ. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യാത്ത പരിപാടി ഇല്ല എന്ന് പറയാം. അങ്ങനെ ആക്റ്റീവായിട്ട് നിൽക്കുന്ന ഒരാളാണ്.
ആ സമയത്ത് അതിനെ ഒന്ന് സപ്പോർട്ട് ചെയ്തൊക്കെ ഞാൻ ഈ ലൈഫിൽ നിന്ന് മാറി അമ്മയുടെ ആഗ്രഹം ഞാനൊരു സർക്കാർ ജോലിക്ക് കയറണമെന്നാണ്. അപ്പോൾ ആ ജോലിയിലേക്ക് കയറി അവിടെ തന്നെ ഉള്ള ഒരു ഹയർ ഒഫീഷ്യൽ ആയിട്ടുള്ള ഒരാളെ കല്യാണം കഴിക്കണം. ഓക്കെ, അങ്ങനെ ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പിന്നെ എൻ്റെ ലൈഫിൽ ഞാൻ അവസാനം തിരിഞ്ഞു നോക്കുമ്പോഴത്തേക്ക് എന്ത് ഹാപ്പിനെസ് ആണ് ഉണ്ടായിട്ടുള്ളത് എന്നുള്ളൊരു ക്വസ്റ്റ്യൻ എൻ്റെ മുമ്പിലുണ്ട്. ഫസ്റ്റ് ഈ ഒരു ഓപ്ഷൻ ഞാൻ തിരഞ്ഞെടുക്കാനുള്ള റീസൺ. എന്തെൻ ഈ നേരത്തെ പറഞ്ഞ സംഭവം ലൈക്ക് ഈ ഒരുപാട് കാര്യങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കരമായിട്ട് ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ട്. കല്യാണം ഉറപ്പിച്ച് മാറ്റി വെക്കുന്നത് വരെയുള്ള ടൈം ഗ്യാപ്പിൽ ആഴ്ചയിൽ ഒരിക്കലെങ്കിലും ഈ കാര്യം പറഞ്ഞിട്ട് ഞാൻ ഭയങ്കര ഡൗൺ ആയിട്ടിരിക്കാനുണ്ടായിരുന്നു. അത് ഫുൾ ലൈക്ക് കണ്ട് മനസ്സിലാക്കിയിട്ടുള്ള ഒരാളാണ് ആൻ്റപ്പൻ. ആൻഡ് ദെൻ ഹി യൂസ് ടു ബി ലൈക്ക് നിന്റെ കാര്യങ്ങൾ ഇസ് യുവർ തിങ്സ് ആൻഡ് വാട്ട് എവർ യു വോണ ഡു യു ആർ ഗോണ ഡു ഇറ്റ്. അതിനിപ്പോൾ എൻ്റെ പെർമിഷൻ എന്നുള്ള സംഭവമല്ല. ഇഫ് യു വോണ ഡു യു ഡു, ഇഫ് ഐ വോണ ഡു ഞാനും ചെയ്യും. അതല്ലാതെ നമ്മൾ കല്യാണം കഴിച്ചു എന്നുള്ളത് വെച്ചിട്ട് രണ്ടുപേരും ഒരു സാക്രിഫൈസ് എന്നുള്ള രീതിയിലേക്കല്ല പോകുന്നത് ഇത്. ആൻഡ് ദെൻ ഞാനിത് എക്സ്പീരിയൻസ് ചെയ്ത്, കാരണം ഓരോ കാര്യം വരുമ്പോഴത്തേക്കും ഈവൻ ഡ്രസ്സിങ്ങിൻ്റെ കാര്യമാണെങ്കിൽ പോലും അമ്മ ചോദിക്കും അവൻ ഇതൊന്നും പ്രശ്നമില്ലേ എന്ന് എന്നോട് ചോദിക്കും. ആൻഡ് ഐ ബി ലൈക്ക് എനിക്ക് ചിരിയാണ് വരുന്നത് ആ സമയത്ത്. ബിക്കോസ് I haven't experienced such kind of a partner who will indulge into everything and like അങ്ങനെ ചെയ്യരുത് എന്ന് പറയുന്നത് എൻ്റെ ആദ്യത്തെ റിലേഷൻഷിപ്പ് തന്നെയാണത്. ആൻഡ് ദെൻ അങ്ങനെ വന്നപ്പോഴത്തേക്ക് going into a marriage I am happy and then ഒന്ന് സെറ്റിൽ ആവണം എന്നുള്ളതുകൊണ്ട് പിന്നെ മാരേജിനോടുള്ളൊരു നെഗറ്റിവിറ്റി ഭയങ്കരമായിട്ടുണ്ടായിരുന്ന ഒരാളാണ് ഞാൻ. അത് ഈ ന്യൂസ് കൊണ്ടോ സംഭവങ്ങളോ കൊണ്ടോ അല്ല, കണ്ട് മനസ്സിലാക്കിയതും ഞാൻ കേട്ട് എക്സ്പീരിയൻസ് ചെയ്തിട്ടുമായിട്ടുള്ള ഒരുപാട് കാര്യങ്ങൾ കൊണ്ട് മാത്രമായിരുന്നു. ആൻഡ് ദെൻ ഓൾസോ വൺ മോർ തിങ്, പെൺകുട്ടികളോട് കല്യാണം കഴിഞ്ഞു കഴിഞ്ഞാൽ കല്യാണം കഴിപ്പിച്ച് വിടുകയാണ്, ആ വഴിക്ക് അങ്ങ് പൊക്കോണം, പിന്നെ തിരിച്ചു വന്ന് ഇവിടെ നിൽക്കുന്ന പരിപാടി നടക്കില്ല എന്നുള്ളൊരു ഭയങ്കരമായിട്ടുള്ള സംസാരമുണ്ട്. അത് വല്ലാണ്ടൊരു ഒരു 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 ഫിയറാണ് ഉണ്ടാക്കുന്നത്. കാരണം വെച്ചാൽ ഓക്കെ, ഞാൻ എൻ്റെ ഈ പ്രായത്തിൽ ഞാൻ കല്യാണം കഴിച്ച് പോവുകയാണ്, ഡിഗ്രി കംപ്ലീറ്റ് ചെയ്തിട്ടേ ഉള്ളൂ, ഞാനൊരു ഹയർ സ്റ്റഡീസ് ചെയ്തിട്ടില്ല, ഡിഗ്രി മാത്രം വെച്ചിട്ട് കേരളത്തിലൊരു നല്ല ജോലി കിട്ടുക എന്ന് പറഞ്ഞാൽ ഭയങ്കര ടാസ്ക്കാണ്. അങ്ങനെ പോകുന്നു. ഇൻ കേസ് കുറച്ച് കാലം കഴിയുമ്പോഴത്തേക്ക് ഒരു പ്രോബ്ലം വരികയാണ്, ആൻഡ് ദെൻ ഐ ഡോണ്ട് ഹാവ് എ പ്ലേസ് ടു റൺ ബാക്ക്. സോ ഐ ഷുഡ് ബി സ്റ്റേബിൾ അബൌട്ട് മൈസെൽഫ്. എന്തെങ്കിലും സംഭവിച്ചാൽ തന്നെ എനിക്ക് ഒറ്റയ്ക്ക് നിൽക്കാനുള്ളൊരു കേപ്പബിലിറ്റി ഉണ്ടാവണം. അല്ലാതെ തിരിച്ച് വന്നു കഴിഞ്ഞാൽ എനിക്ക് പിന്നെ ഉണ്ടാവാൻ പോകുന്ന എക്സ്പീരിയൻസ് ഇങ്ങനെ ആയിരിക്കും അങ്ങനെ ആയിരിക്കും. ഇതെല്ലാം കൂടെ വരുമ്പോഴത്തേക്ക് ഒബ്വിയസ്ലി ഒരു 20 വയസ്സുള്ളൊരു പെൺകുട്ടിക്ക് താങ്ങാവുന്നതിലപ്പുറമായിരിക്കും ആ സ്ട്രെസ് എന്ന് എനിക്ക് തോന്നി. ഓക്കെ, റൈറ്റ്. ദാറ്റ് വാസ് ആൻ ഇമോഷണൽ ഡീറ്റെയിലിംഗ് ഷിയോടെ. ഏതായാലും ഞാൻ കുറച്ചൊന്ന് ലൈറ്റ് ആക്കാൻ വേണ്ടി ആർജെ ആൻ്റപ്പൻ, ഇതിനകത്ത് ഈ റിപ്പോർട്ടിനകത്ത് വളരെ രസകരമായിട്ടുള്ള മറ്റൊരു വിഷയം പറയുന്നത് ആൺകുട്ടികൾക്ക് വിവാഹത്തിന് പെൺകുട്ടികളെ കിട്ടുന്നില്ല. അതാണ് ഇത് മെയിൻ വിഷയം. അപ്പോൾ അങ്ങനെ ഒരു വിഷയത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു. അതായത് ഈ വിമുഖത ഹെസിറ്റേറ്റ് ചെയ്ത് നിൽക്കുന്നത് പെൺകുട്ടികളാണ്. അത് ആൺകുട്ടികളെ സംബന്ധിച്ചിടത്തോളം അത്രയ്ക്കും ഒരു വിഷയം വരുന്നില്ല. അല്ലെങ്കിൽ ഉന്നത വിദ്യാഭ്യാസം കൂടുതലാണ് പെൺകുട്ടികൾക്ക്, അതുകൊണ്ട് അതനുസരിച്ചിട്ടുള്ള ആൺകുട്ടികളെ കിട്ടുന്നില്ല. കൂടുതൽ മൈഗ്രേറ്റ് ചെയ്യാൻ താല്പര്യപ്പെടുന്നതും പോകുന്നതും ഇപ്പോൾ പെൺകുട്ടികളാണ്. അങ്ങനെ ഒരുപാട് വിഷയങ്ങളുണ്ട്. ഇപ്പോഴത്തെ ഒരു ജനറേഷൻ നെക്സ്റ്റ്, അല്ലെങ്കിൽ ഇപ്പോഴത്തെ ഒരു ജനറേഷൻ ബോയ്സ് അങ്ങനത്തെ ഒരു ത്രെട്ട് കൂടി ഫീൽ ചെയ്യുന്നുണ്ടോ? അല്ല, അത് കൂട്ടുകാരുടെ ഇടയിൽ നിന്നൊക്കെ സംസാരത്തിനിടയിൽ അങ്ങനെ എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട്. അത് ശരിയായിട്ടുള്ളൊരു കാര്യം. പക്ഷെ അതിൽ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു ജനറേഷൻ, അതായത് ഇപ്പോൾ ഞങ്ങളുടെയൊക്കെ ഒരു ജനറേഷന് തൊട്ട് മുമ്പുള്ള ജനറേഷനിൽ നിന്നും കുറച്ച് മാറ്റങ്ങൾ വന്നിരിക്കുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് കുറച്ചും കൂടി ഒരു ഫ്രീഡം വന്നിട്ടുണ്ട്. അതായത് ഇപ്പോൾ പെൺകുട്ടികൾ കാണുന്നുണ്ടെങ്കിലും എഡ്യൂക്കേഷനും ബാക്കി കാര്യങ്ങളൊക്കെ ഇപ്പോൾ ആരും വേണ്ട പറയുന്നവരുണ്ടാവാം, ഇല്ലെന്നല്ല, പക്ഷെ എന്നാലും കുറച്ചും കൂടി ഫ്രീഡം വന്നിട്ടുണ്ട് എന്നുള്ളതാണ്. പക്ഷെ ഇപ്പോൾ എനിക്ക് തോന്നിയിട്ടുള്ളൊരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് പറഞ്ഞെങ്കിൽ പോലും ഞാൻ എൻ്റെ നാട്ടിലൊക്കെ മനസ്സിലാക്കിയിട്ടുള്ള ഒരു കാര്യം വെച്ച് പറയുകയാണ് കേട്ടോ. ഇത്രയും പേരെ നമ്മുടെ മുമ്പിൽ വെക്കുള്ളൂ. ഞാൻ പെൺകുട്ടികളോട് പറയുന്നത് ഇതിൽ നിന്ന് ആരെങ്കിലും എടുക്കുക, കാരണം ഇതൊക്കെ നമ്മുടെ കുടുംബവുമായിട്ട് എല്ലാം കണക്ട് ചെയ്യാൻ പറ്റുന്ന കുറച്ച് ആൾക്കാരാണ്. സോ അപ്പോൾ അതിൽ നിന്ന് എടുക്കാം എന്നൊക്കെയുള്ള ഒരു സംസാരങ്ങളൊക്കെ സ്ഥിരം വരാറുള്ളതാണ്. അപ്പോൾ പ്രശ്നം ഉണ്ടാവണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മേ ബി ഈ 5 പേരും ആ കുട്ടിയെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ആ വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം ഒരു കാരണവശാലും ഓക്കെ പറയാൻ പറ്റുന്ന ഒരാളായിരിക്കില്ല. കാരണം അവർ തമ്മിൽ പരിചയമില്ല. ഈ പറയുന്ന പോലെ മേ ബി ഒരു എന്താ പറയുക, ജോബിൻ്റെ ബേസിലോ അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ഇതിൻ്റെ ബേസിൽ മാത്രമായിരിക്കും ഇവർ ഫ്രണ്ടിലേക്ക് വെക്കുന്നുണ്ടാവുക. അപ്പോൾ ഈ പ്രഷറിന് ഏറ്റവും നന്നായിട്ട് എസ്കേപ്പ് അടിക്കാൻ പറ്റുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് നേരെ പുറത്തേക്ക് പോയിട്ട് എനിക്ക് കുറച്ചും കൂടി എഡ്യൂക്കേറ്റ് ആവണം അല്ലെങ്കിൽ പഠിക്കണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് പാരൻസിന് അത് ഒരുപാട് സ്റ്റോപ്പ് ചെയ്യാനായിട്ട് പറ്റില്ല എന്നുള്ളതാണ്. അപ്പം ഇതൊക്കെ ഒരു കാരണം തന്നെയാണ്. ഇപ്പോഴും ഞാൻ വിശ്വസിക്കുന്നത് നമുക്ക് സ്വതന്ത്രമായിട്ട് പല കാര്യങ്ങളിലും എന്താ പറയുക ഡിസിഷൻ എടുക്കാനുള്ള ഒരു റൈറ്റ്സ് ഇപ്പോഴും ഫാമിലിയിൽ പലയിടത്തും ഇല്ല എന്നുള്ളതാണ്.
ഓക്കെ, ഏതായാലും വ്യക്തി കേന്ദ്രീകൃതമായിട്ട് മാറുന്നു പുതിയ തലമുറയുടെ ഇഷ്ടങ്ങൾ. അത് വിവാഹത്തെയും ബാധിക്കുന്നു. അതേത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ സമൂഹത്തിൽ ഉണ്ടാക്കുമെന്നുള്ളൊരു വിഷയം കൂടിയായിരുന്നു. തുടർ ദിവസങ്ങളിലും ലേഡീസ് ബാൻഡ് ഈ വിഷയം തന്നെയാണ് ചർച്ച ചെയ്യുന്നത്. ഏതായാലും വളരെയധികം നന്ദി ഡോക്ടർ എൽസി ഉമ്മൻ, സന്ധ്യ മനോജ്, ഷിയോണൊപ്പം ആർ ജെ ആൻ്റപ്പനും, ഷിയോണനും ആർ ജെ ആൻ്റപ്പനും ഒരു അഡ്വാൻസ് വിവാഹാശംസകൾ കൂടി. അത് എത്ര കാലം നീണ്ടിരുന്നാലും ആ ആശംസകൾ കൂടി ഞങ്ങൾ നോക്കട്ടെ, ഞങ്ങൾ ശ്രമിച്ചു നോക്കാം ഭാവി തലമുറയെ മാറ്റാൻ പറ്റുമോ, കല്യാണം കഴിച്ചാലും പേടിക്കേണ്ടെന്നുള്ളത് എത്തിക്കാൻ പറ്റുമോ നോക്കാം. തീർച്ചയായിട്ടും. ഏതായാലും 4 പേർക്കും പ്രത്യേകം നന്ദി. ലേഡീസ് ബാൻഡിൽ ഈ ചർച്ച പൂർണ്ണമാകുന്നു. മറ്റു വാർത്തകൾക്ക് മുമ്പ് ഇടവേള. ഓടിക്കൊണ്ടിരിക്കുന്ന സ്കൂൾ ബസ്സിൽ നിന്ന് വിദ്യാർത്ഥി തെറിച്ചു വീണു. മലപ്പുറം കല്ലിങ്ങാപ്പറമ്പ് MSMS ഹയർ സെക്കൻഡറി സ്കൂളിലെ വിദ്യാർത്ഥിയാണ് ബസിന്റെ വാതിൽ തനിയെ തുറന്നതിനെ തുടർന്ന് തെറിച്ചു വീണത്. വളവന്നൂരിൽ ഇന്നലെ വൈകിട്ടായിരുന്നു അപകടം. നേരിയ പരിക്കേറ്റ കുട്ടി ചികിത്സയ്ക്ക് ശേഷം വീട്ടിലേക്ക് മടങ്ങി. അപകടത്തിൽ നടപടിയുമായി RTO. ഡ്രൈവറുടെ ലൈസൻസ് സസ്പെൻഡ് ചെയ്യുമെന്ന് തിരൂർ ജോയിന്റ് RTO വ്യക്തമാക്കി. പാറശാല പരശുവയ്ക്കലിൽ സ്കൂൾ വിദ്യാർത്ഥിനി ട്രെയിൻ ഇടിച്ചു മരിച്ചു. പളുങ്കൽ സ്കൂളിലെ 10ാം ക്ലാസ് വിദ്യാർത്ഥിനിയാണ് മരിച്ചത്. വീട്ടിൽ നിന്നും സ്കൂളിലേക്ക് പോയതായിരുന്നു. പാറശാല പോലീസ് അന്വേഷണം തുടങ്ങി. വിശ്രമത്തിന് ശേഷം ഉടൻ സിനിമയിലേക്ക് മടങ്ങിയെത്തുമെന്ന് നടൻ പൃഥ്വിരാജ്. വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിച്ചത് ഭാഗ്യമായെന്നും പൃഥ്വിരാജ് ഫേസ്ബുക്ക് പോസ്റ്റിൽ കുറിച്ചു. ഇനിയുള്ള കുറച്ചു മാസങ്ങൾ ഫിസിയോതെറാപ്പിയുണ്ട്. വിശ്രമ സമയം ക്രിയാത്മകമായി ചെലവഴിക്കും. സുഖവിവരങ്ങൾ അന്വേഷിച്ച എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും പൃഥ്വിരാജ് ഫേസ്ബുക്കിൽ പങ്കുവച്ചു. ഇന്നത്തെ സ്വർണ്ണം വെള്ളി പ്ലാറ്റിനം നിരക്ക്. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. സ്വർണ്ണം ഗ്രാമിന് 5425 രൂപ, പവന് 43,400, വെള്ളി ഗ്രാം 77, കിലോയ്ക്ക് 77,000, പ്ലാറ്റിനം ഗ്രാമിന് 3314 രൂപ. തരകൻസ് റോയൽ ജ്വല്ലറി ഇന്നത്തെ സ്വർണ്ണവില ബ്രോട്ട് യു ബൈ അനധികൃത വിൽപ്പനക്കാരിൽ നിന്നും സ്വർണം വാങ്ങി ഇനി ആരും വഞ്ചിതരാവരുത്. തരകൻസ് റോയൽ ജ്വല്ലറി, കുന്നംകുളം. തെരഞ്ഞെടുപ്പുകളിൽ ജയിക്കുന്ന സ്ഥാനാർത്ഥികളുടെ ആഹ്ലാദങ്ങൾ നമ്മൾ ധാരാളം കണ്ടിട്ടുണ്ട്. ഇനി കാണുന്ന ദൃശ്യങ്ങൾ ഒരു സ്കൂളിലേതാണ്. സ്കൂളുകളൊക്കെ തുറന്ന് ലീഡർമാരെ തെരഞ്ഞെടുക്കുന്ന സമയമാണിപ്പോൾ. കാഞ്ഞിരശ്ശേരി GMLP സ്കൂളിലെ ലീഡറായി തെരഞ്ഞെടുക്കപ്പെട്ട കൊച്ചു സ്ഥാനാർത്ഥിയുടെ സന്തോഷവും കണ്ണീരുമെല്ലാം സോഷ്യൽ മീഡിയ ഏറ്റെടുത്തു കഴിഞ്ഞു. ലീഡർ തെരഞ്ഞെടുപ്പിൽ ജയിച്ച 4ാം ക്ലാസ്സുകാരനായ സേതുമാധവന്റെ സന്തോഷത്തിന്റെ ദൃശ്യങ്ങൾ കാണാം. ലേഡീസ് ബാൻഡ് പൂർണ്ണമാകുന്നു. നമസ്കാരം.